നമസ്കാരം. നമസ്കാരം. ബുദ്ധമതത്തെക്കുറിച്ചാണ് സംസാരിക്കണമെന്ന് നേരത്തെ എന്നോട് പറഞ്ഞത് ചെറുതായിട്ട്. ഈ ബുദ്ധമതത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെതായ ചില ബുദ്ധമതത്തിൻ്റെ ഇന്ത്യയിലുണ്ടാകുന്ന പുരാതന ബുദ്ധമതത്തിൻ്റെ ഉയർച്ച, ബുദ്ധമതത്തിന് മുമ്പ് മറ്റു ചില ചിന്തകന്മാരും ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. സാങ്ക്യന്മാർ, അതുപോലെ ചാർവാകന്മാർ. ഈ ചാർവാകന്മാരെന്നുണ്ടെങ്കിൽ ഏഷ്യൻ ഇന്ത്യയിലെ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരാണ്. അവർ മെറ്റീരിയലിസ്റ്റാണ്, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരാണ്. ഈ ചിന്തകന്മാർ, നമ്മൾ പറയുന്ന ദാർശനികന്മാർ, അതായത് ഈ സാങ്ക്യന്മാരും ചാർവാകന്മാരും ജൈന ബൗദ്ധന്മാരെല്ലാം നമ്മുടെ ഒറിജിനൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ട ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടും അവരുടെ ജീവിത രീതിയും അവരുടെ സംസ്കാരവും മതപരമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വന്ന ഒരു 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 മതപരവും ഒരു ദാർശനികവുമായ ശാഖയാണ് ബുദ്ധമതം എന്ന് പറയുന്നത്. ഈ ശാഖ ഉണ്ടാകാൻ കാരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പണ്ട് മുതൽ അല്ലെങ്കിൽ ഒരു BC 1500 മുതൽ ആര്യന്മാർ ഇന്ത്യയിൽ പ്രവേശിക്കുകയും അവർ പിന്നെ ബ്രാഹ്മണിക്കലായിട്ട് ഉള്ള ഒരു മൂവ്മെന്റിലേക്ക് വരികയും ഈ ആര്യ ബ്രാഹ്മണത്തിന്റെ മുന്നേറ്റമായിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷനും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും പൊതുവെ എന്താണ് ചാതുർവർണ്ണ്യം പടർന്നു പിടിക്കുകയും അതിന് ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു ചൂഷണ വ്യവസ്ഥയുടെ രൂപത്തിലേക്ക് മാറുകയും അത് ഇന്ത്യ മുഴുവൻ പടർന്നു പിടിക്കുകയും ജനങ്ങളെ ശക്തമായിട്ട് ചൂഷണം ചെയ്യുകയും ഒരുതരം അനാർക്കിയും ഇമ്മോറലിസവും നടമാടി ജനങ്ങൾക്ക് വളരെ ഭീകരമായ ഒരു അസംതൃപ്തിയും അസ്വസ്ഥയും പടർന്നു പിടിക്കുന്ന കാലത്താണ് എന്താണ് ഈ പറയുന്ന ചാർവാകന്മാരുടെയും ബൗദ്ധന്മാരുടെയും ജൈനന്മാരുടെയൊക്കെ വരവ്. അപ്പോൾ ഈ ആര്യബ്രാഹ്മണ ഈ മുന്നേറ്റം എന്താണ് ഇന്ത്യയിലുടനീളം വ്യാപിച്ച ഈ ബ്രാഹ്മണിക് അല്ലെങ്കിൽ ചാതുർവർണ്ണത്തിൻ്റെ കെടുതികളിൽ നിന്ന് ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്നതിനും ഇന്ത്യക്കാർക്ക് പുതിയ ദർശനം കൊടുക്കുന്നതിനും അവർ പുതിയ കാഴ്ചപ്പാട് കൊടുക്കുന്നതിനും അവർക്ക് സമാധാനം കൊടുക്കുന്നതിനും മനുഷ്യൻ എന്താണ്, നിയമങ്ങൾ എന്താണ്, സമൂഹം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു രാജ്യം എങ്ങനെയായിരിക്കണം, അതുപോലെ സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള വെൽഫെയർ എങ്ങനെയാണ്, പ്രോഗ്രസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ക്ഷേമം എങ്ങനെയാണ്, ഇതെല്ലാം കാണിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്ത, വളരെ ചിന്താപരമായിട്ട് ഡെവലപ്പ് ചെയ്ത, വളരെ സയൻറ്റിഫിക് ആൻഡ് റാഷണൽ മെത്തേഡും ടെക്നിക്സ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത ഒരു പാരമ്പര്യമാണ് ഈ ചാർവാകന്മാരുടെയും ബൗദ്ധന്മാരുടെയും ഒരു ട്രഡീഷൻ. അത് ബുദ്ധന് ശേഷം എന്നുണ്ടെങ്കിൽ അശോകൻ വരികയും അശോകൻ വളരെ ശക്തമായ രീതിയിൽ ബുദ്ധമതത്തിൻ്റെ എനർജിയും അതിൻ്റെ തന്ത്രങ്ങളും പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ തന്ത്രം ഉപയോഗിച്ച് ഈ ആര്യ ബ്രാഹ്മണ മതങ്ങളെ അടിച്ചമർത്തുകയും അതിൻ്റെ പൊളിറ്റിക്കൽ കൾച്ചർ നശിപ്പിച്ചു കളയും. പിന്നീട് ഈ ആര്യബ്രാഹ്മണന്മാർ റിലീജിയസ് ആയിട്ട് മാറുകയും അങ്ങനെ അവരുടേതായ രീതിയിൽ ഇന്ത്യയിലൂടെ ചിന്നിച്ചിതറി പോവുകയും അവർ പിന്നെ ദക്ഷിണേന്ത്യയിലേക്ക് വരികയൊക്കെ ചെയ്ത കാലഘട്ടങ്ങളാണ് അവരുടെ ഉള്ളത്. പിന്നീട് ഇന്ത്യ മുഴുവനും ബുദ്ധമതം പടർന്നു പിടിക്കുകയും അശോകൻ ഇന്ത്യയുടെ ചരിത്രത്തിനകത്ത് ലോക ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറുകയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു എംപറായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത്. അപ്പോൾ ബുദ്ധന്റെ ദർശനം ഉപയോഗിച്ച് അതിൻ്റെ നിയമവ്യവസ്ഥയും ദാർശനികമായ അവസ്ഥയും സാമൂഹിക കാഴ്ചപ്പാടും അനുസരിച്ച് ഇന്ത്യയിലുടനീളം ബുദ്ധമതം വ്യാപിപ്പിക്കും. അത് വടക്ക് പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാൻ മുതൽ കിഴക്ക് ബർമ്മ വരെയും അല്ലെങ്കിൽ വടക്ക് നേപ്പാൾ മുതൽ തെക്ക് ശ്രീലങ്ക വരെയും വ്യാപിപ്പിക്കുകയും മാത്രമല്ല ലോകമെമ്പാടും ബുദ്ധമതം വ്യാപിപ്പിക്കുകയും ചെയ്ത അങ്ങനെ ലോകത്ത് അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് അശോകൻ എന്ന് പറയുന്നത്. അങ്ങനെ ലോകത്ത് അറിയപ്പെടുകയും ഇന്ത്യ അക്കാലത്ത് ഇന്ത്യ ചരിത്രത്തിന്റെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഒരു ഏജിലേക്ക് ഉയർന്നു വരികയും ചെയ്ത ഒരു കാലഘട്ടമാണ് ഈ ബുദ്ധമതത്തിന്റെ ഒരു കാലഘട്ടം. അപ്പം നമ്മൾ ഈ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ കാണുന്ന ചാർവാക ബൗദ്ധന്മാരുടെ ദർശനങ്ങൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചരിത്രപരമായിട്ടും അല്ലെങ്കിൽ ബൗദ്ധികപരമായിട്ടും നോക്കുകയാണെങ്കിൽ ഇന്ത്യ ചരിത്രത്തിനകത്ത് ഒരു റിപ്പബ്ലിക്കിൻ്റെ കാലഘട്ടത്തിലേക്ക് അതായത് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കിൻ്റെ ഫോമിലേക്ക് വളർന്നു വരികയും പുരോഗമനം പ്രാപിക്കുകയും ചെയ്തു വന്നിരുന്ന ഒരു മുന്നേറ്റമാണ് ഈ ചാർവാക ബൗദ്ധൻ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തെയാണ് നമ്മൾ പൊതുവെ ബൗദ്ധ മൗര്യൻ പീരീഡ് എന്നറിയപ്പെടുന്നത്. ഈ മൗര്യൻ പീരീഡ് ആകത്തുകയും അതിൻ്റെ ലക്ഷ്യവും എന്നുണ്ടെങ്കിൽ ഇന്ത്യയെ ഒരു റിപ്പബ്ലിക് ആക്കി മാറ്റുക എന്നുള്ളത്. നമുക്ക് റിപ്പബ്ലിക്കിനെ കുറിച്ചൊന്നും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്, ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. ഈ റിപ്പബ്ലിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇതിനെ നേരത്തെ തന്നെ ഈ ബുദ്ധിസ്റ്റ് മൗര്യൻ പീരീഡിൽ അവിടുത്തെ ചിന്തകന്മാരും അവിടുത്തെ ദാർശനികന്മാരും രാഷ്ട്രീയക്കാരും കണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ കാലഘട്ടങ്ങൾ ഇത് നമ്മുടെ ചരിത്രത്തിൽ നിന്ന്
മറഞ്ഞു പോകാനുള്ള ചില കാരണങ്ങളാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പക്ഷേ നമ്മുടെ രാജ്യത്ത് നിന്ന് ബുദ്ധമതം ഇത്ര പീക്ക് ലെവലിൽ നിന്ന് അപ്രത്യക്ഷമാവാനുള്ള കാരണം? ഓക്കെ 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 നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏൻഷ്യൻ്റ് കാലത്ത്, പിന്നെ AD കാലത്തും പിന്നെ ഈ അടുത്ത കാലത്തും ഏകദേശം 1500 വർഷമായിട്ട് ഇന്ത്യയിൽ ബുദ്ധമതം വളരെ ദുർബലമാവുകയും ഏകദേശം അതൊരു അപ്രത്യക്ഷമായ രീതിയിലാണ് കാണുന്നത്. ലോകത്തിലെ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലെല്ലാം ബുദ്ധമതം ഉണ്ടെങ്കിലും ഇന്ത്യയിൽ അത് വളരെ വീക്കായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുണ്ടെങ്കിൽ, ഒരു കാരണമല്ല, പല കാരണങ്ങളുണ്ടായിരുന്നത്. നമ്മളെ കാരണങ്ങൾ സംസാരിക്കുമ്പോൾ ചരിത്രപരമായ മറ്റു ചില കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ചരിത്രപരമായ കാരണങ്ങൾ, ചില വ്യക്തിപരമായ കാരണങ്ങൾ, അങ്ങനെ പ്രധാനപ്പെട്ട പല കാരണങ്ങളും ഉണ്ടായതിനു ശേഷമാണ് ഈ ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് ഔട്ടാവുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ, നമ്മൾ ഏൻഷ്യൻ്റ് കാലത്ത് ഈ ഹൈന്ദവ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട്, ആര്യബ്രാഹ്മണിക് ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വൈദിക പാരമ്പര്യം ഉണ്ടെന്നാണ് നമ്മൾ കാണുന്നത്. വൈദിക പാരമ്പര്യം എന്നുണ്ടെങ്കിൽ ഋഗ്വേദം പോലുള്ള വേദങ്ങളുമായിട്ട് കണക്ട് ചെയ്ത്, പിന്നെ അതിൻ്റെ പാരമ്പര്യമാണ് അവർ ഈ ആര്യബ്രാഹ്മണ ട്രഡീഷനകത്ത് വരുന്നത്. അപ്പോൾ ഈ ബുദ്ധമതത്തിന് ശേഷം, അല്ലെങ്കിൽ ബുദ്ധമതത്തിൻ്റെ കാലത്ത് കംപ്ലീറ്റ് ഈ ആര്യബ്രാഹ്മണ ട്രഡീഷൻ്റെ അതിൻ്റെ സംസ്കാരത്തെയും മതപരമായ കാര്യങ്ങളെയും യജ്ഞങ്ങളെയും യാഗങ്ങളെയും അങ്ങനെയുള്ള ചാതുർവർണ്ണതയൊക്കെയും എല്ലാം ബുദ്ധമതം കംപ്ലീറ്റ് അടിച്ചമർത്തി അവർ ഈ ബ്രാഹ്മണ മതം കംപ്ലീറ്റ് ചിന്നിച്ചിതറിപ്പോയി. അപ്പോൾ ഈ ബുദ്ധമതത്തിന് ശേഷം എന്നുണ്ടെങ്കിൽ മൗര്യന്മാരുടെ കാലത്തിന് ശേഷവും ഇന്ത്യയിൽ അത് റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു നടപടികൾ ഇന്ത്യയിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അശോകന്റെ മൗര്യൻ ഡൈനാസ്റ്റിക്ക് ശേഷം വന്നിരിക്കുന്ന മറ്റു ചില ഡൈനാസ്റ്റികൾ, ഉദാഹരണം 150 BC വന്നിരുന്ന സുംഗ ഡൈനാസ്റ്റി, അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് പുഷ്യമിത്ര സുംഗൻ. പിന്നീട് AD വരുന്ന ഒറീസ ബംഗാൾ ദേശം ശശാങ്കൻ, ഇവരുടെ എല്ലാം കാലത്ത്, പിന്നെ ഗുപ്തന്മാരുടെ കാലത്ത് എല്ലാം ഇന്ത്യയിൽ ആണെന്നുണ്ടെങ്കിൽ പഴയ കാലത്ത് ഈ ബൗദ്ധന്മാരുടെ കാലത്ത് അടിച്ചമർത്തപ്പെട്ട, അല്ലെങ്കിൽ മൗര്യന്മാരുടെ കാലത്ത് അടിച്ചമർത്തപ്പെട്ട ഈ ആര്യബ്രാഹ്മണ മതം വീണ്ടും വളരെ ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള കാരണം ഉണ്ടാകും. ഈ ശക്തമായിട്ട് തിരിച്ചു വരുന്നതിൻ്റെ കാരണത്തോടുകൂടി, അല്ലെങ്കിൽ ആ കാലത്താണ് ഈ പിന്നീട് ഇന്ത്യയിൽ ബുദ്ധമതം ഔട്ടാകാനുള്ള കാരണം. ഈ തിരിച്ചുവരവിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പറയുന്ന ആര്യബ്രാഹ്മണ മതത്തിൽ, അഥവാ പിൽക്കാലങ്ങളിൽ എന്നുണ്ടെങ്കിൽ ബ്രാഹ്മണ മതമെന്നും അതിനുശേഷം വൈഷ്ണവ മതം എന്ന് പറയുന്ന ഈ മതങ്ങളിൽ വന്നത് എന്താണെന്ന് നമ്മൾ ശരിയായിട്ട് തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ശങ്കരനെ കുറിച്ചുള്ള ചില കഥകൾ. ശങ്കരന്റെ വരവും ശങ്കരന്റെ പ്രവർത്തനങ്ങളും ശങ്കരൻ എന്താണ് ചെയ്തത് എന്നുള്ള ശങ്കരന്റെ ഒരു കഥകൾ, അതിൻ്റെ ആക്ടിവിറ്റീസ്. അതുകൂടാതെ എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വേദിക് ആര്യബ്രാഹ്മണ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് വേദാന്ത സംഘവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ, വേദാന്തം, ഉപനിഷത്തുകൾ എന്താണ്, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ പ്രസ്ഥാനത്രയങ്ങൾ പെടുന്ന ഉപനിഷത്തോടു കൂടി മറ്റ് ഭഗവത്ഗീത എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മസൂത്ര ഭാഷ്യം, ഇതിനെല്ലാം പൊതുവെയാണ് പ്രസ്ഥാനത്രയങ്ങൾ എന്ന് പറയുന്നത്. ഇതെല്ലാം വേദാന്തത്തിന്റെ ഭാഗമാണ്. ഈ വേദാന്തം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന് കുറേ ഭാഷകാരന്മാർ ഭാഷ്യം രചിക്കുകയും അങ്ങനെ ഈ ഓരോ കൃതികൾക്കും ഭാഷ്യം എഴുതി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്? പിന്നീട് അതുകൂടാതെ തന്നെ ഇതോടുകൂടി തന്നെ ഇന്ത്യയിൽ പുരാണങ്ങളുടെ നിർമ്മാണം, പുരാണങ്ങൾ എഴുതി ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം ഈ ഒരു ശങ്കരന്റെ കാലഘട്ടവും ശങ്കര സമാനമായ കാലഘട്ടമാണ്. പുരാണങ്ങൾ എഴുതി ഉണ്ടാക്കുക, അതിൻ്റെ ഇതിവൃത്തങ്ങൾ എന്താണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് മറ്റൊരു പോയിന്റ്. അത് കൂടാതെ ഉണ്ടെങ്കിൽ ഈ പുരാണ നിർമ്മിതിക്ക് ശേഷം ഇന്ത്യയിൽ ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുമതം നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അന്നത്തെ ബ്രാഹ്മണ വൈഷ്ണവ മതങ്ങൾ നീങ്ങുന്നുണ്ട്. അതായത് വിഗ്രഹാരാധന എന്താണെന്നും വിഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ മൂവ്മെന്റും അതെല്ലാം ഇന്ത്യയിൽ ഉടനീളം പടർന്നു പിടിച്ചൊരു കാലഘട്ടമാണ് ഈ AD കാലഘട്ടം, 1000 വർഷം കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്താണ് ചില പ്രധാനപ്പെട്ട റൂളേഴ്സ് ഇന്ത്യയിൽ വരുന്നത്. ഉദാഹരണം സുഗ ഡൈനാസ്റ്റിയിലെ പുഷ്യമിത്രൻ, ശശാങ്കൻ, ഗുപ്തന്മാർ, ഇവരെല്ലാം ചേർന്ന് ഈ 1000 വർഷക്കാലത്തോളം ഇന്ത്യയിലുടനീളം ആര്യബ്രാഹ്മണ മതത്തെ ശക്തമായിട്ട് റിവൈവ് ചെയ്യുകയും അത് പിന്നീട് ബ്രാഹ്മണ മതമായിട്ട് മാറുകയും അത് പിന്നെ വൈഷ്ണവതമായിട്ട് മാറുകയും ചെയ്ത കാലഘട്ടങ്ങളാണത് എല്ലാം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്ത് ഇതിൻ്റെ ഈ പറഞ്ഞ ഈ 4 നടപടിക്രമങ്ങളുണ്ട്. അതുണ്ടെങ്കിൽ ശങ്കരന്റെ വരവ്, വേദാന്തത്തിന്റെ നിർമ്മിതി, അതുപോലെ പുരാണങ്ങളുടെ നിർമ്മിതി, അതുപോലെ തന്നെ ക്ഷേത്ര നിർമ്മിതി, അതിൻ്റെ ആചരണവും ഇതെല്ലാം കൂടെ കൂടി അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട്
ഓടുകൂടിയാണ് ഇന്ത്യ എന്ന് ബുദ്ധമതം ഔട്ടാനുള്ള കാരണം. അങ്ങനെയാണെങ്കിൽ പക്ഷേ ചരിത്രപരമായി അദ്ദേഹത്തിന്റെ പോക്കിൽ ശങ്കരാചാര്യന്റെ ഇടപെടലെ കുറിച്ച് വിശദീകരിക്കാം. അതെ, ശങ്കരന്റെ വരവ് ഏകദേശം ഒരു AD 400 മുതൽ ഒരു കാലം മുതൽ ഒരു AD 700, 800, 90 കാലഘട്ടത്തിലാണ് ശങ്കരന്റെ വരവ്. ഏകദേശം ഒരു 5-6 നൂറ്റാണ്ട് കാലഘട്ടത്തിനിടയിലാണ് ശങ്കരന്റെ വരവ്. ശങ്കരന്റെ വരവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ചരിത്രത്തിനകത്ത് പറയുന്നത് ശങ്കരൻ വേദാന്തത്തിന് ഭാഷ്യം എഴുതി വിഖ്യാതനായ ആളെന്നുള്ള രീതിയിലാണ്. 10 ദശോപനിഷത്ത് ഭാഷ്യം എഴുതുക, ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതുക, അതല്ലെന്നുണ്ടെങ്കിൽ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതുക. അങ്ങനെ ഈ ഉപനിഷത്തുകൾക്കും ബ്രഹ്മസൂത്രത്തിനും അതുപോലെ ഭഗവത്ഗീത എന്ന് പറയുന്ന പ്രസ്ഥാനത്രയങ്ങൾക്ക് വളരെ വളരെ ആഴത്തിലുള്ള പരപ്പേറിയ വോള്യൂമസ് ആയിട്ടുള്ള വ്യാഖ്യാനം അഥവാ ഭാഷ എഴുതുകയും അത് കൂടാതെ തന്നെ അദ്ദേഹം അനേകം മറ്റു കൃതികളൊക്കെ ഒരു 10-20ഓളം മറ്റു കൃതികൾ എഴുതാൻ കാരണമായിട്ടുണ്ട്. ഭജഗോവിന്ദം പോലുള്ള കൃതികൾ, വിവേക ചൂടാമണി പോലെയുള്ള കൃതികൾ, അങ്ങനെയുള്ള അനേകം സാഹിത്യ കൃതികളും ശങ്കരന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ സാഹിത്യ കൃതികളെല്ലാം വേദാന്ത പരിചയം അല്ലെങ്കിൽ വേദാന്ത ദർശനത്തോട് കൂട്ടിച്ചേർത്തുള്ള ആഖ്യാനങ്ങളും കഥകളും ഉപദേശങ്ങളുമാണ് നമുക്കതിനകത്ത് കാണാൻ പറ്റുന്നത്. അതുകൂടാതെ തന്നെ ശങ്കരൻ ഈ ഭാഷ്യങ്ങളും മറ്റു കൃതികളും എഴുതിയതിനു ശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോയി 4 ദിക്കുകളിൽ പോയി ശങ്കരൻ മഠങ്ങൾ സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാലടിയിൽ ശൃംഗേരി മഠം സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയുടെ നാനാ ദിക്കുകളിലും പടിഞ്ഞാറ് ദിക്കിലും കിഴക്ക് ദിക്കിലും അതിൽ കാശ്മീരിൻ്റെ ഏരിയയിലും അതിൽ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലും അദ്ദേഹം അങ്ങനെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എല്ലാ തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അതിരുകളിലും അദ്ദേഹം മഠങ്ങൾ സ്ഥാപിക്കുകയും അത് കൂടാതെ തന്നെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യയിലെ ഈ ശങ്കരന്റെ കാലത്ത് തന്നെ താമസിക്കാതെ തന്നെ അദ്ദേഹം ഒരു ഭക്ത വത്സലനായിട്ട് കാണുകയും ഭക്തി ശാന്തമായ ജീവിതം നയിക്കുകയും ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയും പ്രത്യേകിച്ച് ശിവക്ഷേത്രങ്ങൾ ശിവലിംഗ പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും പ്രതിഷ്ഠ നടക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും അത് ആചരിക്കുകയും അങ്ങനെ ഇന്ത്യയിലുടനീളം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ശങ്കരന്റെ പേരിലുള്ള നമ്മൾ അറിയപ്പെടുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ഒരു 4-5 നൂറ്റാണ്ട് കാലത്തോളം ഇന്ത്യയിൽ മുഴുവൻ നിറഞ്ഞു നിന്ന് ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്തൊരു ശങ്കരനെ കുറിച്ച് എനിക്ക് അറിഞ്ഞപ്പോൾ വളരെ വലിയൊരു അത്ഭുതമാണ് തോന്നിയത്. ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഇത്? മാത്രമല്ല ശങ്കരൻ ജീവിച്ചിരുന്ന 16 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. 16 വയസ്സിന് മുമ്പേ തന്നെ അദ്ദേഹം എല്ലാ രീതിയിലുള്ള വേദപാഠങ്ങളും വേദാംഗങ്ങളും ഉപവേദങ്ങളും പുരാണങ്ങളും എല്ലാം പഠിച്ച് പാഠമാക്കുകയും ഈ 16 വയസ്സിനകത്ത് തന്നെ അദ്ദേഹം ഉപനിഷത്തുകളും പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ എഴുതുകയും അതിൽ ഉപകൃതികൾ എഴുതുകയും ഇതോട് തന്നെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം ഇന്ത്യയിലുടനീളം ഇന്ത്യൻ അതിർത്തികളിലും സെൻട്രലിലും മഠങ്ങൾ സ്ഥാപിക്കുകയും അതുപോലെ അദ്ദേഹത്തിന്റെ ഭക്തവത്സലനായിട്ട് ഇന്ത്യയിലുടനീളം വിഗ്രഹ പ്രതിഷ്ഠ നടത്തി ക്ഷേത്രങ്ങൾ ആചരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇദ്ദേഹം ഒരു ആയുസ്സിൽ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു മനുഷ്യായുസ്സിൽ പോലും തീരാത്ത അല്ലെങ്കിൽ 10 മനുഷ്യായുസ്സിൽ തീരാത്ത ഇത്രമാത്രം കാര്യങ്ങൾ ഒരു ചെറിയ ആയുസ്സിനകത്ത് ചെയ്തു തീർത്തു എന്ന് കരുതിയപ്പോൾ എനിക്ക് ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു സത്യസന്ധത അതിന്റെ ഒരു ട്രൂത്ത്ഫുൾനെസ് എന്നെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് അദ്ദേഹത്തിന്റെ ജന്മം, അദ്ദേഹത്തിന്റെ വർക്ക്, അദ്ദേഹത്തിന്റെ സമാപ്തി, അതിൽ അദ്ദേഹം ചെയ്ത എല്ലാ മേഖലകളിലും ഞാൻ ചെറുതായിട്ട് അന്വേഷണം നടത്തി നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് ചരിത്രപരമായിട്ടുള്ള എൻ്റെ സത്യം അറിയുന്നതിന് വേണ്ടി ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള എൻ്റെ രീതിയിലൊരു അന്വേഷണം നടത്തി നോക്കി. അപ്പോഴാണ് എനിക്ക് അതിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കിയത്. ഈ ശങ്കരന്മാർ എന്ന് പറയുന്നത് അന്വേഷണത്തിൽ ഈ പറയുന്ന ഓരോ പ്രവൃത്തികളും എന്നുണ്ടെങ്കിൽ ശങ്കരന്മാർ കുറെ ഭാഷ്യങ്ങൾ എഴുതുന്നു, ഉപദേശത്തിലെ ഭാഷ്യങ്ങൾ എഴുതുന്നു, അല്ലെങ്കിൽ ഗീതയ്ക്ക് ഭാഷ എഴുതുന്നു, ബ്രഹ്മസൂത്രത്തിന് ഭാഷ എഴുതുന്നു. ഓക്കെ, അതുപോലെന്നുണ്ടെങ്കിൽ മറ്റു ചില ശങ്കരന്മാർ മറ്റു ചില ഉപകൃതികൾ എഴുതുന്നു, അല്ലെങ്കിൽ മറ്റു കുറേ ശങ്കരന്മാർ ഇന്ത്യയിൽ ഉടനീളം മഠങ്ങൾ സ്ഥാപിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് മറ്റു ചില ശങ്കരന്മാർ ഇന്ത്യയിൽ ഉടനീളം വിഗ്രഹാരാധനയായിട്ട് ബന്ധപ്പെട്ട് വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നു, അങ്ങനെ ക്ഷേത്ര നിർമ്മാണം നടത്തി ഭക്തവത്സലനായിട്ട് ക്ഷേത്രം ആചരിച്ച് ജീവിക്കുന്നു. അന്ന് എന്തെല്ലാം തന്ത്രങ്ങൾ ചെയ്യുക ആ തന്ത്രങ്ങൾ ചെയ്യുന്നതിലേക്ക് അനേകം ശങ്കരന്മാര് ഈ പറയുന്ന നൂറ്റാണ്ടുകളിൽ
AD 4-ാം നൂറ്റാണ്ട് മുതൽ 8-9 നൂറ്റാണ്ട്, ഏകദേശം 5ഓളം നൂറ്റാണ്ടുകളും നിറഞ്ഞിരുന്ന ഗുപ്തന്മാരുടെ കാലഘട്ടത്ത് എന്താണ് ഓൾ ഇന്ത്യ ലെവലിൽ ഞാൻ മനസ്സിലാക്കിയപ്പോഴും ഏകദേശം 44ഓളം ശങ്കരന്മാർ ഇന്ത്യയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തിട്ടുണ്ട് ഉള്ളതാണ്. ഈ 44 ശങ്കരന്മാരും ഓരോ ഫീൽഡിൽ ഓരോ കാലത്ത് വർക്ക് ചെയ്തതാണ്. കാരണം ഞാൻ പറഞ്ഞു വരുന്നത് ഏകദേശം AD 400 മുതൽ AD 900 വരെയുള്ള കാലഘട്ടത്ത് ഇന്ത്യയിൽ ഉടനീളം നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ആളുകളാണ് ശങ്കരന്മാർ. അപ്പൊ അത് ഞാൻ ക്ലോസ് ആയിട്ട് കുറച്ചും കൂടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ശങ്കരൻ എന്ന് പറയുന്നത് വ്യക്തികളല്ല. ശങ്കരൻ എന്ന് പറയുന്നത് നമ്മളെപ്പോലെയോ നിങ്ങളെപ്പോലെയോ ജീവിച്ചിരുന്ന വ്യക്തിയല്ല. നേരെ മറിച്ച് ശങ്കരൻ എന്ന് പറയുന്നത് തൂലികാ നാമമാണ്. ഉദാഹരണത്തിന് ഉപനിഷത്തിന് ഭാഷ എഴുതിയത്, ബ്രഹ്മസൂത്രത്തിന് ഭാഷ എഴുതുക, അല്ലെങ്കിൽ ഗീതയ്ക്ക് ഭാഷ എഴുതുക, ഈ കൃതികളെല്ലാം അല്ലെങ്കിൽ അതും കൂടാതെ മറ്റു ഉപകൃതികളെല്ലാം എഴുതിയുണ്ടാക്കിയ ശങ്കരന്മാര്, ആ ശങ്കരൻ എന്നുള്ള വാക്ക് ശരിക്കും തൂലികാ നാമമാണെന്ന് എനിക്ക് മനസ്സിലായത്, വ്യക്തിയല്ല. പല പല വ്യക്തികളും ഈ വിവിധ കാലഘട്ടങ്ങളിൽ പല ദേശങ്ങളും, ഇന്ത്യയുടെ പല ദേശങ്ങളിലും അവരവർ ഓരോ ഉപദേശത്തിന് ആഖ്യാനങ്ങൾ എഴുതുകയും, ഗീതയ്ക്ക് ആഖ്യാനം എഴുതുകയും, ബ്രഹ്മസൂത്രത്തിന് ആഖ്യാനം എഴുതുകയും, അതെല്ലാം ഉപകൃതികൾ എഴുതുമ്പോഴും അവരുടെ ഓരോ കൃതികൾക്കും അവർ കൊടുത്തിരുന്ന തൂലിക നാമമാണ് ശങ്കരൻ എന്ന് പറയുന്നത്. അതേപോലെ ക്ഷേത്രം നിർമ്മിത വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് ക്ഷേത്രം ആചരിക്കുമ്പോഴും, അല്ലെങ്കിൽ എന്താണ് മഠങ്ങൾ ഇന്ത്യയിലെ 4 ദിക്കുകളിലും അതിലെ നടുക്കും അല്ലെങ്കിൽ സെൻട്രലും മഠങ്ങൾ സ്ഥാപിക്കുമ്പോഴും ഈ മഠങ്ങൾ സ്ഥാപിച്ച ഓരോ വ്യക്തികളും ചെയ്തിരുന്നത് ശങ്കരൻ എന്നുള്ള പേരിലാണ് ഇതെല്ലാം സ്ഥാപിച്ചിരുന്നത്. അപ്പൊ ശങ്കരൻ എന്നുള്ള പേരിൽ അനേകം പേരില് ഈ 4 നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ 5 നൂറ്റാണ്ടുകളായിട്ട് പല ദേശത്തും പല പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത ആളുകളുടെ തൂലികാ നാമത്തിന്റെ ആകെ ടോട്ടാലിറ്റിയാണ് ശങ്കരൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശങ്കരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ജീവിച്ചിരുന്ന വ്യക്തിയല്ല. ശങ്കരൻ എന്ന് പറയുന്ന ഒരു തൂലികാ നാമത്തോടു കൂടിയുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഇവരെല്ലാം കൂടെ കൂടി ഒരേ ഉദ്ദേശത്തോടു കൂടി ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പല ദിക്കുകളിൽ നിന്ന് പല രീതിയിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങിയ അനേകം ശങ്കരന്മാരാണ് ഈ പറയുന്ന 44 ശങ്കരന്മാർ. ഇതൊരു തൂലികാ നാമമാണ്, ഇതൊരു മൂവ്മെന്റാണ്. നമുക്ക് ഇതുപോലെ മറ്റു ഒരു ഉദാഹരണം കേൾക്കാം ഇതിനെ സപ്പോർട്ട് ചെയ്ത്. നമുക്ക് മഹാഭാരത കഥയിൽ നമ്മൾ കാണുന്ന പോലെ ഭീഷ്മരുടെയും അല്ലെങ്കിൽ കർണന്റെയും ദ്രോണാചാര്യരുടെയും എൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് പരശുരാമൻ. പരശുരാമൻ ഒറിജിനൽ ഇന്ത്യൻ കഥാപാത്രമാണ്. ഇവരെല്ലാം ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഇദ്ദേഹം ജീവിച്ചിരുന്നത് തന്നെ ഒരു BC 2500-3000 കാലഘട്ടത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മൾ റീസെന്റ് നമ്മൾ കേൾക്കുന്നു ഈ പരശുരാമനാണ് ഈ അടുത്ത കാലത്ത് ശബരിമലയിൽ വന്ന് പ്രതിഷ്ഠ നടത്തിയതെന്നും, മാത്രമല്ല പരശുരാമൻ മഴുവെറിഞ്ഞാണ് എന്തുണ്ടായത്, കേരളം ഉണ്ടായത് എന്നൊക്കെയുള്ള കെട്ടുകഥകൾ. അത് നമുക്ക് ആളുകൾ ഇങ്ങനെയുള്ള പേരുകളും മിത്തുകളും വെച്ച് ചൂഷണം ചെയ്യാൻ പറ്റുന്ന എല്ലാ ഏറുകളിലും അത് ശരിയായിട്ട് ഫിറ്റാക്കുകയും അത് ചൂഷണം ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതുപോലെയാണ് ഈ ശങ്കരൻ എന്ന് പറയുന്ന തൂലികാ നാമം ഇന്ത്യയിലുടനീളം ഒരു കാലത്തുണ്ടായിരുന്ന ഈ തൂലികാ നാമം ഒരു പ്രസ്ഥാനമായി മാറുകയും പിന്നെ അതൊരു മൂവ്മെന്റായി മാറുകയും അത് ക്രമേണ ബുദ്ധമതത്തിനെതിരെ നീങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിനകത്ത് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈ AD 400 നൂറ്റാണ്ട് മുതൽ 700-800 കാലഘട്ടം വരെ ഇന്ത്യയിലുടനീളം പല ആളുകളും വിവിധമായ കാലത്ത് വിവിധ ദേശങ്ങളിൽ എഴുതിയ ശങ്കരൻ എന്ന് പറയുന്ന തൂലികാ നാമത്തോടു കൂടിയ ഒരു ടോട്ടാലിറ്റി ആണ് ഈ പറയുന്ന ശങ്കരൻ എന്ന് പറയുന്നത്. അപ്പൊ ശങ്കരൻ എന്ന് പറയുന്ന ഇമേജ് ഈ പറയുന്ന എന്താണ് ഈ ശങ്കരൻ എന്ന് പറയുന്ന തൂലികാ നാമത്തോടു കൂടി എല്ലാവരും വിവിധ കാലഘട്ടത്തിൽ ചെയ്തിരിക്കുന്ന ഒരു കളക്റ്റീവ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ശങ്കരൻ എന്നുള്ള ഇമേജ് ഡെവലപ്പ് ചെയ്തു വന്നിരിക്കുന്നത്. ശങ്കരൻ ശരിക്ക് റിയാലിറ്റി ആണോ അല്ലെങ്കിൽ മിത്താണോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശങ്കരൻ ഒരു റിയാലിറ്റിയുമല്ല മിത്തുമല്ല. പക്ഷെ ശങ്കരൻ എന്നൊരു തൂലികാ നാമമാണ്. അത് കളക്റ്റീവായിട്ടുള്ള മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ ചാതുർവർണ്ണ്യം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ബുദ്ധമതത്തിനെതിരെ ശക്തമായി നീങ്ങിയ ഒരു മൂവ്മെന്റാണ് ശങ്കരൻ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്. അതൊരു മൂവ്മെന്റാണ്, അതൊരു തൂലികാ നാമമാണ്, അതൊരു വ്യക്തിയല്ല, അതൊരു പേഴ്സണാലിറ്റി അല്ല. നമ്മൾ ശങ്കരനെ കുറിച്ച് സംസാരിച്ചെങ്കിലും പരാമർശിച്ചില്ല. ഓക്കെ, ചോദ്യം മനസ്സിലായി. നമ്മൾ വേദാന്തത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് ചില കാരണങ്ങൾക്കായി പറയുമ്പോൾ അത് ഇന്ത്യയുടെ ഒരു ബൗണ്ടറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ വേദാന്തത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ
പേർഷ്യയെ കുറിച്ച് ചില കാര്യങ്ങൾ. പേർഷ്യ, അതായത് ലേറ്റർ ആര്യന്മാരെ കുറിച്ച് ഒന്ന് പറയാം. അപ്പൊ അവിടെ നമ്മുടെ ആര്യന്മാരുടെ പൊതുവെയുള്ള കാലഘട്ടം ഏർലി ആര്യന്മാർ ആൻഡ് ലേറ്റർ ആര്യന്മാർ എന്നൊക്കെ പറയും. ഏർലി ആര്യന്മാർ ഇന്ത്യയിൽ വന്ന കാര്യം ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ പറയുന്നുണ്ട്. ലേറ്റർ ആര്യന്മാർ എന്ന് പറയുന്ന സൊറാസ്ട്രിയന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാര് പേർഷ്യയിൽ ജീവിച്ചിരുന്നു, അതായത് ഇന്നത്തെ ഇറാനിൽ ജീവിച്ചിരുന്നു. അപ്പൊ അവര് ഏകദേശം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന AD 600-700 കാലഘട്ടങ്ങളിൽ സൊറാസ്ട്രിയസം പ്രാക്ടീസ് ചെയ്തെന്ന കുറെ ആളുകളാണ് ലേറ്റർ ആര്യന്മാർ. ഇവരുടെ ഈ സൊറാസ്ട്രിയത്തിന്റെ ലീഡർ എന്നുണ്ടെങ്കിൽ സൊറാസ്ട്ര എന്ന് പറയുന്ന ലീഡറാണ്. അപ്പൊ ഇവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്നുള്ള നമ്മളിവിടെ കാണുന്ന പോലെ അവിടെയും ഈ പറയുന്ന ഹെറാർക്കിക്കൽ ഓർഡർ ആയിട്ടുള്ള എന്താണ് ചാതുർവർണ്ണ്യം പോലെയുള്ള, അല്ലെങ്കിൽ നമ്മൾ ആ വാക്കല്ലെങ്കിൽ മറ്റു രീതിയിൽ അവിടെ സാധാരണ ആളുകളെ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഫീൽഡിലുള്ളവരെയും അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെയും സാധാരണ മാനുവൽ വർക്ക് ചെയ്യുന്നവരെയൊക്കെ വളരെ നികൃഷ്ടമായിട്ട് താഴ്ന്ന ലെവലിലാണ് കണ്ടിരുന്നത്, മോശമായ ആളുകളായിട്ടാണ് കണ്ടിരുന്നത്. അത് മാത്രമല്ല ഇവരവിടെ സമൂഹത്തിനകത്ത് ഈ സൊറാസ്ട്രിയന്മാർ ഒരു അനാർക്കിയും ഒരുതരം ഇമ്മൊറാലിറ്റിയും പ്രാക്ടീസ് ചെയ്യും, പ്രത്യേകിച്ച് സെക്സ് മൊറാലിറ്റി. അതല്ല അവിടെ ഇഡൽ വർഷിപ്പ്, അവരുടെ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഫയർ ടെമ്പിൾ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ഫയർ ടെമ്പിളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രീസ്റ്റുകൾ ഇതങ്ങനെ അങ്ങനെ ആരാധിച്ചും ജീവിച്ചും വരുമ്പോൾ ഇവരുടെ ഇടപെടൽ കാരണം തദ്ദേശീയ വയസ്സിലായിരിക്കുന്ന മറ്റു സാധാരണക്കാർക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ഇവർ സമൂഹത്തിലുടനീളം അനാർക്കിയും ഇമ്മോറലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഏർപ്പെടുകയും സെക്ഷൽ ആക്ട് ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുന്നത്. അത് ഈ പറയുന്ന AD കാലഘട്ടങ്ങളിലാണ്, സൊറാസ്ട്രിയന്മാർ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്ത് എന്നുണ്ടെങ്കിൽ ഈ സാധാരണ ആളുകളെ ഇങ്ങനെ ഉപദ്രവിക്കുകയും മോശമായും അവർക്ക് ദ്രോഹപരമായ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഈ കാലഘട്ടത്താണ് അറേബ്യയിൽ ശരിക്കും മുഹമ്മദ് നബിയുടെ വരവും മുഹമ്മദ് നബി അറേബ്യ മുഴുവനും ഗൾഫ് രാഷ്ട്രങ്ങളിലും ഇസ്ലാം മതം പ്രചരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ഏകദൈവവാദവും അല്ലെങ്കിൽ ഇഡലേറ്ററിക്കെതിരെയുള്ള അല്ലെങ്കിൽ വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ ക്രൂസൈഡും അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾ വളരെ ശക്തമായിട്ട് വർക്ക് ചെയ്യും. അത് സൊറാസ്ട്രിയന്മാർക്ക് എതിരെ വരികയും ചെയ്തു. അപ്പോൾ സൊറാസ്ട്രിയന്മാരുടെ ഇതായിട്ടുള്ള ഈവിൽ പ്രാക്ടീസിനെ എതിരെ വരികയും അത് സൊറാസ്ട്രിയന്മാർക്ക് പീഡനം വരികയും അവർക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ വരികയും അങ്ങനെ നാട് കടത്തപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടാവും. അതോടുകൂടി തന്നെ അവരുടെ മതപരമായ കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ ഈ വിഗ്രഹാരാധന അല്ലെങ്കിൽ അവരുടെ മതപരമായ കാര്യങ്ങൾ നിർത്തലാക്കുകയും അവിടെ ടെമ്പിളൊക്കെ അടിച്ചു തകർത്ത് സൊറാസ്ട്രിയന്മാരെ നാടുകടത്തുകയും ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് പ്രീസ്റ്റുകളെ. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഈ സൊറാസ്ട്രിയന്മാർ ഈ നബിയുടെ കാലത്ത് അല്ലെങ്കിൽ ഇസ്ലാം മൂവിന്റെ ഭാഗമായിട്ട് അവിടെ നാട് കടത്തപ്പെട്ടപ്പോൾ പല ദേശത്തേക്കായിട്ട് പോയപ്പോൾ ഇന്ത്യയിലേക്ക് അവർ പോന്നു. കുറേ പേര് നമ്മൾ ഇന്ത്യയിലേക്ക് പിന്നീട് പാഴ്സികൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സൊറാസ്ട്രിയന്മാരെയാണ്. അപ്പൊ ഈ AD 600-800 കാലഘട്ടങ്ങളിൽ മുഹമ്മദ് നബിയുടെ ഇസ്ലാം മൂവ്മെന്റിന്റെയും വരവിന്റെ ഫലമായി അവരുടെ ക്രൂസൈഡിന്റെ ഫലമായിട്ട് കുറേ അനേകം സൊറാസ്ട്രിയന്മാർ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ ഇന്ത്യയിൽ അവർ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന സവർണ വിഭാഗം അല്ലെങ്കിൽ ബ്രാഹ്മണിക് പക്ഷമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഒരു മിഡിൽ അപ്പർ ലെവലിലേക്ക് ഇവർ ലയിച്ചു ചേരുകയും അങ്ങനെ ബ്രാഹ്മണിസം സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഇന്ത്യയിൽ കാണുന്നത്. അത് ഈ പറയുന്ന AD 400 മുതൽ 600-700 കാലഘട്ടത്താണ്. അപ്പൊ ഈ കാലഘട്ടത്താണ് നമ്മളെന്നുണ്ടെങ്കിൽ ഹിന്ദു മതത്തിന്റെ അല്ലെങ്കിൽ പഴയ ആര്യ ബ്രാഹ്മണ മതത്തിന്റെ റിവൈവലിസവും സൊറാസ്ട്രിയന്മാരുടെ ഇന്ത്യയിലേക്കുള്ള വരും എല്ലാം കൂടെ ലയിച്ച് ഒരു മൂവ്മെന്റ്, പുതിയ മൂവ്മെന്റ് വന്നു എന്നുള്ളതാണ്. ആ മൂവ്മെന്റ് ആണ് വേദാന്തം എന്നറിയപ്പെടുന്ന മൂവ്മെന്റ്. അപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആര്യ ബ്രാഹ്മണ റിവൈവലിസത്തിന്റെ കാലഘട്ടത്ത് ആര്യ ബ്രാഹ്മണ മതവും അതുപോലെ സൊറാസ്ട്രിയന്മാരുടെ വരവോടുകൂടി ഇതെല്ലാം ഒരുമിച്ച് യോജിച്ച് പ്രവർത്തിക്കുകയും അതിന് മുന്നോട്ട് പോകണമെങ്കിൽ എന്തുണ്ടെങ്കിൽ ഇന്ത്യയിലുടനീളം ശക്തമായിട്ട് നിലനിന്നിരുന്ന ജൈന ബൗദ്ധ ചാർവാക മതത്തെ ഇല്ലാതാക്കുകയും അങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ പറയുന്ന ആര്യബ്രാഹ്മണ സൊറാസ്ട്രിയന്മാർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഈ പറയുന്ന ബൗദ്ധ സംസ്കാരത്തെയും അതിൻ്റെ റിലീജിയനെയും അതിൻ്റെ സയൻസിനെയും അതിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ തിയറികളെയും എല്ലാം ഇല്ലാതാക്കി അടിച്ചമർത്തി അതിന്റെ ശക്തി നശിപ്പിച്ചാൽ മാത്രമേ ഈ പറയുന്ന ആര്യ ബ്രാഹ്മണ സൊറാസ്ട്രിയൻ മൂവ്മെന്റ് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ബുദ്ധമതത്തെ തകർക്കുന്നതിന് വേണ്ടി അവർ പുതിയൊരു കോൺസ്പിറസി, പുതിയൊരു തിയറി ക്രിയേറ്റ് ചെയ്തു. ആ തിയറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധമതത്തെ തകർക്കണമെങ്കിൽ ബുദ്ധമതത്തിനകത്ത് എന്തുണ്ടെങ്കിൽ ബുദ്ധമതം മെറ്റീരിയലിസം ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ മെറ്റീരിയലിസം ആണ് ബുദ്ധമതത്തിനകത്ത് നന്മ എന്ന് പറയുന്ന സങ്കല്പം ഉള്ളതാണ്. അതായത് ബുദ്ധമതത്തിനകത്ത് അടി മുതൽ മുടി മുതൽ അതിൻ്റെ കർമ്മസങ്കല്പങ്ങളിലും അല്ലെങ്കിൽ അതിൻ്റെ സദാചാര സങ്കല്പങ്ങളിലും അതിൻ്റെ ലക്ഷ്യങ്ങളിലും എല്ലാം നന്മകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സങ്കല്പമാണ്. മാത്രമല്ല ഈ നന്മ നിറഞ്ഞിരിക്കുന്ന സങ്കല്പത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള വിശ്വാസികൾ, അതായത് ബുദ്ധമതത്തിനകത്ത് ഉള്ള ഏറിയ പോലും വിശ്വാസികൾ
കൂടുതലും ഈശ്വര വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചപ്പാടുള്ളവരാണ്. ബുദ്ധമതത്തിനകത്ത് പൊതുവെ വ്യക്തമായിട്ട് ഈശ്വരനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും ബുദ്ധമതത്തിനകത്ത് ഈശ്വര വിശ്വാസമുള്ള അല്ലെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റി ഉള്ള ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ബുദ്ധമതം. അപ്പൊ ബുദ്ധമതത്തിന്റെ ഇന്ത്യയിലുള്ള നിറഞ്ഞിരുന്ന അതിൽ ഈശ്വര വിശ്വാസത്തിന്റെ സാധ്യതയുള്ള വിശ്വാസികളെയും നന്മയുടെ കാഴ്ചപ്പാടുള്ള ആളുകളെയും ബുദ്ധമതത്തിൽ നിന്ന് അടിച്ചു മാറ്റുക എന്നുള്ള കോൺസ്പിറൻസിയാണ് ഇവര് രൂപീകരിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് മറ്റൊരു ഈശ്വര സങ്കല്പത്തെ ഈ എന്താണ് ആര്യ ബ്രാഹ്മണ അല്ലെങ്കിൽ സൊറാസ്ട്രിയൻ ട്രഡീഷനകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ മൂവ്മെന്റ് തീരുമാനിക്കുകയും അങ്ങനെ ഒരു കോൺസ്പിറൻസിക്ക് രൂപം കൊടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ബുദ്ധമതത്തിലുള്ള ഈശ്വരവിശ്വാസികളെയും നന്മ നിറഞ്ഞ സങ്കല്പമുള്ളവരെയും അടിച്ചു മാറ്റി ബുദ്ധമതത്തെ അതിന് വീക്കാക്കാൻ വേണ്ടി, അതിനെ തകർക്കുന്നതിന് വേണ്ടി, അതിന്റെ നട്ടലൊടിക്കുന്നതിന് വേണ്ടി അവർ പ്ലാൻ ചെയ്ത സംഗതിയാണ്, കോൺസ്പിറൻസിയാണ് വേദാന്തം എന്ന് പറയുന്നത്. ഈ കോൺസ്പിറൻസി തിയറി അനുസരിച്ചാണ് അവർ വേദാന്തം ക്രിയേറ്റ് ചെയ്തത്. ആ തിയറി അനുസരിച്ചാണ് ഉപനിഷത്തിന്റെ നിർമ്മാണങ്ങളും ഭഗവത്ഗീതയുടെ നിർമ്മാണങ്ങളും അല്ലെങ്കിൽ ബ്രഹ്മസൂത്രന്റെ നിയമങ്ങളും അതിലെഴുതിയ ഭാഷ്യങ്ങളെല്ലാം ഈ കോൺസ്പിറസി തിയറി അനുസരിച്ചാണ്. ഈ ഉപനിഷത്തിനകത്തും ഈ ഭഗവത്ഗീതയ്ക്കകത്തും ഈ പറയുന്ന ബ്രഹ്മസൂത്രത്തും ഭാഷകളിലെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു ഈശ്വര സങ്കല്പമാണ്. ആ ഈശ്വര സങ്കല്പത്തെയാണ് നമ്മൾ എന്താണ് ബ്രഹ്മം, പരബ്രഹ്മ സങ്കല്പം, അല്ലെങ്കിൽ എന്താണ് പരമാത്മ സങ്കല്പങ്ങൾ, ജീവാത്മ സങ്കല്പങ്ങളെല്ലാം ഈ ഈശ്വര സങ്കല്പത്തെ ഭാഗമാണ്. ഈ ഈശ്വരൻ എന്നുണ്ടെങ്കിൽ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും അനന്ത സാധ്യതകളുള്ള അനന്തമായ ഒരു അസ്തിത്വമായിട്ട്, ഒരു സച്ചിദാനന്ദമായിട്ട്, ഒരു മഹിമയാർന്ന ഒരു വിശ്വപിതാവായിട്ട്, എല്ലാത്തിനും ആശ്രയമായിട്ടുള്ള, എല്ലാവർക്കും ആനന്ദം നൽകുന്ന, എല്ലാവർക്കും സമാധാനം നൽകുന്ന, എല്ലാവർക്കും മോക്ഷം നൽകുന്ന ഒരു പരമപിതാവായ ഒരു സച്ചിദാനന്ദ മൂർത്തിയായ പരബ്രഹ്മ സങ്കല്പമായിട്ടാണ് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ സങ്കല്പം എടുത്തിരിക്കുന്ന ഇന്ത്യയുടെ സ്വയസിദ്ധമായ അല്ലെങ്കിൽ സ്വയമേവയുള്ള ഇന്ത്യൻ ജനതയുടെ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമല്ല. നേരെ മറിച്ച് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇതെടുത്തിട്ട് ഈ പക്ഷെ ഈ ഈശ്വര സങ്കല്പം അല്ലെങ്കിൽ ബ്രഹ്മ, പരബ്രഹ്മ അല്ലെങ്കിൽ പരമാത്മാ എന്ന് പറയുന്ന സങ്കല്പം ഒറിജിനലി ഇന്ത്യൻ ട്രഡീഷനകത്തുള്ളതല്ല. നേരെ മറിച്ച് നമ്മളൊക്കെ വേദിക് പീരീഡിൽ കാണുകയാണെങ്കിൽ, ലേറ്റർ വേദിക് പീരീഡിൽ കാണുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ചാതുർവർണ്ണ്യ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട പുരുഷസൂത്രം എന്നുള്ള പുരുഷത്തെ നിർമ്മിക്കുന്ന ദൈവസങ്കല്പമായിട്ടുള്ള എന്താണ് യൂണിവേഴ്സൽ പുരുഷനും അല്ലെങ്കിൽ മഹാബ്രാഹ്മണൻ എന്ന് പറയുന്ന ദൈവങ്ങളും, അതുപോലെ എന്നുണ്ടെങ്കിൽ സ്വരാഷ്ട്രീയന്മാരെ ആചരിച്ചിരുന്ന ഒരു ദൈവമായ ആഹൂരമസ്ത എന്ന ദൈവം. ഈ ആഹൂരമസ്തയെ ഇന്ത്യൻ ടെർമിനോളിൽ പരമേശ്വര എന്ന് പറയുന്ന സങ്കല്പമാണ്. അങ്ങനെ ഈ പരമേശ്വര എന്ന് പറയുന്ന സങ്കല്പവും അല്ലെങ്കിൽ യൂണിവേഴ്സൽ പുരുഷ എന്ന് പറയുന്ന സങ്കല്പം, മഹാബ്രാഹ്മണ എന്ന് പറയുന്ന സങ്കല്പം വളരെ ന്യൂട്രലായിട്ട് അതിന്റെ സ്പേസും ടൈമും അല്ലെങ്കിൽ അതിന്റെ കൊസാലിറ്റി എല്ലാം മാറ്റിയിട്ട് ഒരു അനന്തമായ ഒരു അനന്തമായ പോസിബിലിറ്റി മാത്രമുള്ള ഒരു നിത്യ ചൈതന്യമായിട്ട് രൂപപ്പെടുത്തി എടുക്കുകയാണ് നമ്മൾ ഈ കാണുന്ന ഉപനിഷത്തിനകത്തും വേദാന്തത്തിനകത്തുള്ള. അതായത് നമ്മൾ നേരത്തെ കാണുന്ന അല്ലെങ്കിൽ ലേറ്റർ വേദിക് പീരീഡിനകത്തുള്ള പുരുഷസൂക്തത്തിനകത്തും അല്ലെങ്കിൽ മറ്റൊരു ബ്രാഹ്മണി സങ്കല്പത്തിനകത്തും അല്ലെങ്കിൽ ലേറ്റർ ആര്യന്മാരുടെ ആയിരിക്കുന്ന സ്വരാഷ്ട്രീയന്മാരുടെ സങ്കല്പമായിരിക്കുന്ന എന്താണ് ആഹൂരമസ്ത എന്ന സങ്കല്പത്തിൽ ഈ സങ്കല്പങ്ങളിലെല്ലാം നമ്മൾ നേരിട്ട് കാണുന്ന ഫീച്ചേഴ്സിനെ എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് അതിൻ്റെ സ്പേസ് സങ്കല്പങ്ങൾ, ടൈം സങ്കല്പങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് അതിൻ്റെ ലാംഗ്വേജ് സങ്കല്പങ്ങൾ, കർമ്മസങ്കല്പങ്ങൾ അല്ലെങ്കിൽ ധർമ്മസങ്കല്പങ്ങൾ, നന്മ സങ്കല്പങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ശുദ്ധമായ ഒരു പുരുഷനെയായിട്ട്, ശുദ്ധമായ ഒരു പരമാത്മാവായിട്ട്, ശുദ്ധമായ ഒരു ആനന്ദരൂപിയായ പരബ്രഹ്മമൂർത്തിയായിട്ട്, പരബ്രഹ്മമായിട്ടാണ് ഈ ഉപനിഷത്തിനകത്തും വേദാന്തത്തിനകത്തും നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് ഈ ദൈവം വെറും ഇതല്ല, എന്നുണ്ടെങ്കിൽ അതിശക്തമായ ഒരു അബ്സല്യൂട്ട് പ്രിൻസിപ്പിളാണ്, ഒരു ഇൻഫിനൈറ്റ് ആയിട്ട് നിന്ന ഒരു അബ്സല്യൂട്ട് പ്രിൻസിപ്പിളാണ്. ഈ പ്രിൻസിപ്പിൾ എല്ലാവർക്കും മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ആശ്രയത്തെ പ്രദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ അഭയത്തെ പ്രദാനം ചെയ്യുന്ന ഒരു അതീന്ദ്രിയ ശക്തിയായിട്ടാണ് എന്താണ് ഈ ഉപനിഷത്തിനകത്ത് പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു പ്രധാനം എന്നുണ്ടെങ്കിൽ ഈ ദൈവങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ പ്രാക്ടിക്കൽ ലൈഫായിട്ട് ബന്ധപ്പെടുന്നതോ അല്ലെങ്കിൽ അവരുടെ നന്മയായിട്ട് ബന്ധപ്പെടുന്നതോ അല്ലെങ്കിൽ ധർമ്മമായിട്ട് ബന്ധപ്പെടുവോ അല്ലെങ്കിൽ അവരുടെ ക്ഷേമമായിട്ടോ പുരോഗതിയായിട്ടോ നന്മയായിട്ടോ ബന്ധപ്പെടുന്ന ഒരു ഈശ്വരനല്ല. ഈ ഈശ്വരൻ നമ്മൾ ഈ പറയുന്ന ഉപനിഷത്തിനകത്തുള്ള അല്ലെങ്കിൽ വേദാന്തങ്ങളിലുള്ള അല്ലെങ്കിൽ ഭാഷ്യകാരന്മാർ എഴുതുന്ന ഭാഷ്യത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ വരുന്ന ദൈവങ്ങൾ എപ്പോഴും അതീന്ദ്രിയമായ അബ്സല്യൂട്ടായിട്ടുള്ള ഒരു പരമാനന്ദ സ്വരൂപമായ പരബ്രഹ്മമാണ്. ഇവരൊരിക്കലും എന്താണ് ഇന്ത്യൻ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് കിടന്നില്ല. ഇന്ത്യയുടെ വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ സമൂഹമായിട്ടോ അവരുടെ വെൽഫെയർ ആയിട്ടോ അവരുടെ പുരോഗതിയായിട്ടോ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആയിട്ടോ ഒന്നും ബന്ധപ്പെട്ട് കിടക്കാത്ത ഒരു അതീന്ദ്രിയമായിട്ട് ന്യൂട്രലായിട്ട് കിടക്കുന്ന ഒരു പവറാണ് ഇതിനകത്ത് നിലനിൽക്കുന്ന ഈശ്വരൻ.
അത് പറഞ്ഞു വരുന്നത് ഈ ആര്യബ്രാഹ്മണ സൊറാസ്ട്രിയൻ മൂവ്മെന്റ് കോൺസ്പിരൻസി അനുസരിച്ച് നമ്മൾ ഈ പറയുന്ന വേദാന്തത്തിലെ ദൈവസങ്കല്പങ്ങൾ ശരിക്കും അവർ എടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വേദി പീരീഡിലെ അല്ലെങ്കിൽ ലേറ്റർ വേദി പീരീഡുമായിട്ട് ബന്ധപ്പെട്ട പുരുഷ സൂക്തന്റെ, അതായത് ചാതുർവർണ്ണത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന മഹാപുരുഷനെയും മഹാബ്രാഹ്മണനെയും അതുപോലെ സൊറാസ്ട്രിയൻ മൂവ്മെന്റിൽ അല്ലെങ്കിൽ അവരുടെ ഈശ്വരനായിരിക്കുന്ന ആഹൂര മസ്തവ അഥവാ ശ്രീ പരമേശ്വരനെയും കൂടെ കൂട്ടിയാണ് വേദാന്തത്തിലെ ദൈവസങ്കല്പത്തെ വികസിപ്പിച്ച് ഒരു അബ്സല്യൂട്ട് പ്രിൻസിപ്പിളായിട്ട് മാറ്റിയിരിക്കുന്നത്. അവിടെ മറ്റൊന്നുമില്ല, അത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഈശ്വരൻ മാത്രം, എവിടെ നോക്കിയാലും ഈശ്വരൻ മാത്രമേ ഉള്ളൂ. എന്തിനു പറയുന്നു? ഇവർ ഈ ഈ കോൺസ്പിറൻസി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യയിലെ സാധാരണക്കാരും വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും യുവജനങ്ങളും കഴിവുള്ളവരും എല്ലാവരും ഈ തിയറിയുടെ പുറകെ, ഈ ഈശ്വര സങ്കല്പത്തിന്റെ പുറകെ ഒന്നൊന്നായിട്ട് ഇടപെടുകയും അതിലേക്ക് നീങ്ങുകയും അതിലേക്ക് ചേരുകയും അങ്ങനെ ക്രമേണ നൂറ്റാണ്ടുകളായിട്ട് 5ഉം 6ഉം 1000ഉം 1500ഉം നൂറ്റാണ്ടുകളായിട്ട് ഈ കോൺസ്പിറൻസി തിയറിയിലെ ആ ഒരു ഈശ്വര സങ്കല്പത്തിലേക്ക്, ആ ബ്രഹ്മസങ്കല്പത്തിലേക്ക് എന്താണ് ആകൃഷ്ടരായിട്ട് ഇന്ത്യയിലെ യുവജനങ്ങളും വിദ്യാഭ്യാസമുള്ളവരും പ്രത്യേക അവർ ഉദ്ദേശിച്ച രീതിയിൽ ജൈനന്മാരിലുള്ളവരും ബൗദ്ധന്മാരിലുള്ള ആളുകളും ക്രമേണ യോജിക്കുകയും ലയിച്ചു ചേരുകയും ചെയ്യുകയും ഉണ്ടായെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എന്താ പറയുന്നത്, ഒരു നല്ല ഈശ്വര സങ്കല്പമുള്ള ഒരു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, നമ്മളുടെ ഉള്ളിലും പ്രകൃതിയിലും സകല ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഈശ്വരനെ കിട്ടുകയും അങ്ങനെ ആ ഈശ്വരനിലേക്ക് ലയിച്ച് അവര് എന്താണ് ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ജീവിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇവിടെ വരെ കണ്ടു തന്നിരുന്നത്. ഇതിന്റെ ആത്യന്തിക ഫലമായിട്ട് എന്താണ്, ഈ കോൺസ്പിറൻസി തിയറി എന്താണോ ഉദ്ദേശിച്ച് അതിന്റെ ഫലം കണ്ടെത്തുകയും, അതായത് ബുദ്ധമതത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഫലം കണ്ടെത്തുകയും അതനുസരിച്ച് ബുദ്ധമതം ക്രമേണ ക്ഷയിച്ച് അതിലുള്ള ആളുകളെല്ലാം ഈശ്വരവിശ്വാസികളായിട്ട് ആളുകളും നന്മയുള്ള ആളുകളും എല്ലാം ക്രമേണ മാറി വേദാന്തത്തിലേക്ക് മാറി വേദാന്തം മുഴുവൻ ഇന്ത്യ മുഴുവൻ പടർന്നു പിടിക്കുകയും അങ്ങനെ ക്രമേണ എന്താണ് ജൈന ബൗദ്ധ അല്ലെങ്കിൽ ചാർവാക മതത്തിലുള്ള ജനങ്ങളെല്ലാം മാറിയതിനു ശേഷം ബൗദ്ധമതം ക്രമേണ വീക്കാവുകയും അഥവാ തളർന്നു പോവുകയും ക്ഷയിച്ചു പോവുകയും അത് ഇന്ത്യയിൽ നിന്ന് പ്രാക്ടിക്കലി അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കോൺസ്പിറൻസി അനുസരിച്ച് അവർ ഉദ്ദേശിച്ച കാര്യം നന്നായിട്ട് നടന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിൽ ബുദ്ധമതം ആ പൊട്ടൻഷ്യലായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ ബുദ്ധമതം ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഈശ്വര സങ്കല്പം വെച്ച് എന്താണ് ഇന്ത്യയിലെ ജനങ്ങളെയും പ്രത്യേകിച്ച് ബുദ്ധമതക്കാരെയും ക്ഷയിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഈ ഈശ്വര സങ്കല്പം എങ്ങനെയാണ്? ഈ ഈശ്വര സങ്കല്പം നമ്മൾ നേരത്തെ പറയുമ്പോൾ ചാതുർവർണ്ണത്തെ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ആര്യബ്രാഹ്മണരുടെ ദൈവങ്ങളും അല്ലെങ്കിൽ സ്വരാഷ്ട്രന്മാരുടെ ദൈവങ്ങളുടെയും ഒരു സങ്കല്പത്തിന്റെ ഒരു കൂട്ടായ ഇഫക്റ്റാണ്. അങ്ങനെ ഈ ബുദ്ധമതത്തിനകത്തുണ്ടായിരുന്ന ഈശ്വരവിശ്വാസികളെയും നന്മയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടയെല്ലാം ക്രമേണ ഗ്രാജുവലായിട്ട് മാറ്റി ബുദ്ധമതത്തെ വളരെ വീക്കാക്കുകയും ഏകദേശം ഇല്ലാതാക്കുകയും ചെയ്തതിനു ശേഷം ഈ വേദാന്തം തന്നെ ഉപയോഗിച്ചിട്ട് ഒരുതരം ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. വേദാന്തം ക്രിയേറ്റ് ഒരു ഇല്യൂഷൻ എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് സർവ്വചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യമാണ്. സർവ്വചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ, അല്ലെങ്കിൽ എല്ലാ മനുഷ്യനും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ, അങ്ങനെയാണ് ഈ ഈശ്വരൻ കിടക്കുന്നത്. പക്ഷെ ഈ ഈശ്വരൻ ഒരിക്കലും പ്രവൃത്തി വരുന്നില്ല. നന്മയുടെ പ്രവൃത്തിയിലോ വ്യക്തിയുടെയോ സമൂഹത്തിന്റെയോ ഫാമിലിയുടെ നാടിന്റെയോ ഒരു നന്മയിലോ അല്ലെങ്കിൽ ഒരു പുരോഗതിയിലോ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് വരില്ല. നേരെ മറിച്ച് മോക്ഷപ്രദായകമായ ഒരു സങ്കല്പമാണ് ഈശ്വരൻ, ബുദ്ധമതത്തിലും വേദാന്തത്തിലെ സങ്കല്പം. പക്ഷെ ഇത് മറ്റൊരു കേസ് ഉണ്ടെങ്കിൽ ഇതൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇല്യൂഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർവ്വചരാചരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ ഒന്നാണെന്നും അതുകൊണ്ട് സർവ്വചരാചരങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ഈശ്വരനാണെന്നും എന്നുള്ളതുകൊണ്ട് നമ്മളെ കാണുന്ന അനന്തമായ വൈവിധ്യമുള്ള ഈ പ്രകൃതി, ഇപ്പൊ മനുഷ്യർ തമ്മിൽ വ്യത്യസ്തരാണ്, സമൂഹങ്ങളും വ്യത്യസ്തരാണ്, പല റിലീജിയൻ ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ ഉണ്ടെങ്കിൽ സകല ചരാചരങ്ങളും വ്യത്യസ്തമായ വൈവിധ്യമായ ലക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും ഈ വൈവിധ്യത്തെ എല്ലാം മറികടന്നുകൊണ്ട് കവർ ചെയ്ത് നിൽക്കുന്ന ഈശ്വര ചൈതന്യമാണ് വേദാന്തത്തിലെ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത്. അങ്ങനെ ഇതിന്റെ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ക്യാരക്ടറിനെയും ജനങ്ങളുടെ ബുദ്ധിയെയും അവരുടെ ചിന്തകളെയും വേണ്ട രീതിയിൽ വഴക്കി അല്ലെങ്കിൽ വേണ്ട രീതിയിൽ മയപ്പെടുത്തി വഴക്കി വേദാന്തത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരികയും അവന്റെ മറ്റു ചില കർമ്മത്തിന്റെ ശക്തി നശിപ്പിക്കുകയും ബുദ്ധിയുടെ ശക്തി നശിപ്പിക്കുകയും അങ്ങനെ ഒരു ബൗദ്ധികമായ സയന്റിഫിക് അല്ലെങ്കിൽ റാഷണൽ ലെവലിൽ നിന്ന് മനുഷ്യനെ ഒരു അതീന്ദ്രിയമായ ഒരു മെഡിറ്റേറ്റീവ് ഒരു അതീന്ദ്രിയമായ ഒരു ആധ്യാത്മിക സങ്കല്പത്തിലേക്ക് വേദാന്തം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമല്ല വേദാന്ത സങ്കല്പത്തിനകത്ത് എല്ലാവരും
എല്ലാവരും ഈശ്വരൻ ലയിച്ചിരിക്കുന്നുണ്ട്, എല്ലാവരും ഒന്നാണെന്ന് പറയുകയും അങ്ങനെ ഡിഫറൻസിനെ ഇല്ലാതാക്കുന്ന ഒരു തരം ഇല്യൂഷൻ തിയറി ഈ വേദാന്തം മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരേ സമയത്ത് ഡിഫറൻ്റ് ആയിരിക്കുന്ന വൈവിധ്യത്തെ ഈ ഇല്യൂഷൻ തിയറിയൻസ് മറച്ചു വയ്ക്കുകയും നേരെ മറിച്ച് അങ്ങനെ മറച്ചു വെച്ചിട്ട് എന്താണ് ഈ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ആര്യബ്രാഹ്മണ സ്വറാസ്ട്രിയൻ മൂവ്മെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, നമ്മൾ ഇന്ന് പറയുന്നത് പോലെ അപ്പർ കമ്മ്യൂണിറ്റി, എന്താണ് അവരുടെ സ്വയസിദ്ധമായ ശൈലിയിൽ എന്താണ് ബ്രാഹ്മണിസത്തെ നന്നായിട്ട്, അല്ലെങ്കിൽ ചതുർവർണ്ണത്തെ നന്നായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ പ്രാക്ടീസ് ചെയ്യും. നമ്മൾ ഇന്ന് കാണും ജാതി വ്യവസ്ഥ പോലുള്ള ജാതി വ്യവസ്ഥ പ്രോപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ശക്തിയുടെ ഒരു താങ്ങും തണലുമായിട്ടാണ് ഇന്ന് വേദാന്തം പ്രവർത്തിക്കുന്നത്. നേരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ഡേ ടു ഡേ ലൈഫായിട്ട് ബന്ധപ്പെട്ട ലൈഫിനകത്ത് വെൽഫെയറോ പുരോഗതിയോ ഡെവലപ്മെന്റ് ഇല്ലാതെ ചാതുർവർണ്ണത്തിന് ഊന്നൽ കൊടുക്കുകയും അതുപോലെ തന്നെ ബ്രാഹ്മണിസത്തിന് ഊന്നൽ കൊടുക്കുകയും അങ്ങനെ പറയുന്ന വേദാന്ത സംഘത്തിൽ നിന്ന് ഒരു ഇല്യൂഷനാണ് നമ്മൾ ഈ വേദാന്ത സങ്കല്പത്തിൽ കാണുന്നത്. അങ്ങനെ ബുദ്ധമതത്തെ തകർത്തുകൊണ്ട് ഇന്ത്യയിലുടനീളം ബ്രാഹ്മണ മതവും അല്ലെങ്കിൽ വേദാന്ത മതം അല്ലെങ്കിൽ ചാതുർവർണ്ണ്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇന്നും ഈ പറയുന്ന ആര്യ ബ്രാഹ്മണ സ്വരാഷ്ട്രീയ മതം നിലനിന്ന് പോരുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ വേദാന്തത്തിന്റെ ഒരു കോൺസ്പിറൻസി എന്ന് പറയുന്നത്. ആ കോൺസ്പിറൻസി നന്നായിട്ട് വർക്ക് ചെയ്തു പോകുന്നു. ശങ്കരനെ കുറിച്ചും വേദാന്തത്തെ കുറിച്ചും ധാരാളം സംസാരിച്ചു. പുരാണങ്ങളും പ്രകൃതിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഓക്കെ, നമ്മളിപ്പോ പുരാണങ്ങളെ കുറിച്ചാണല്ലോ ഹരി ചോദിച്ചത്. ഈ പുരാണങ്ങളിൽ നമ്മുടെ ഇതിവൃത്തങ്ങൾ, അതിലെ കഥകൾ, അതിൻ്റെ ഇതിവൃത്തങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് നമ്മൾ കാണുന്ന എല്ലാം മിക്കവാറും ദൈവങ്ങളും അല്ലെങ്കിൽ ദൈവങ്ങളല്ലാത്തവരുമാണ്. നമ്മൾ ഈ പുരാണങ്ങളിൽ കാണുന്ന കഥകളെല്ലാം നമ്മൾ പൊതുവെ എന്താണ് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം എന്നുള്ള സങ്കല്പത്തിലാണ് കാണുന്നത്. ദേവന്മാരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏർലി പീരീഡിൽ ഇൻഡസ് വാലിയിൽ ജീവിച്ചിരുന്ന ആര്യ ബ്രാഹ്മണ വിഭാഗത്തിലെ കുറേ ജനങ്ങളെയാണ് ദേവന്മാരെ എന്ന് പറയുന്നത്. ഉദാഹരണത്തിനകത്ത് ദേവേന്ദ്രനെ പോലെയുള്ള ആളുകൾ. ഇപ്പം ദേവേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. ദേവേന്ദ്രൻ എന്നുണ്ടെങ്കിൽ ഈ ദേവന്മാരുടെ സംഘടനയുടെ അവരുടെ മൂവ്മെന്റിന്റെ തലപ്പത്തിരുന്ന ലീഡർഷിപ്പിലിരുന്ന ചില ആളുകളെ ദേവേന്ദ്രൻ എന്ന് പറയുന്നു. ഒരു ദേവേന്ദ്രനല്ല, പല ദേവേന്ദ്രന്മാരും വന്നു പോയതായിട്ട് നമ്മൾ പുരാണങ്ങളിൽ കാണാം. ഈ പുരാണത്തിന്റെ ഒരു കാലഘട്ടം എന്നുണ്ടെങ്കിൽ വേദിക് പീരീഡാണ്. അത് ഏർലി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡുമാണ്. അപ്പോൾ ഈ ഏർലി വേദിക് പീരീഡിൽ കാണുന്ന നമ്മൾ പറയുന്ന ഈ ദേവന്മാരുടെ കാലത്ത് അവർ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ വടക്ക് പടിഞ്ഞാറെ ദിക്കുകളിലാണ് അവർ ജീവിച്ചിരുന്നത്. കാരണം ആര്യന്മാർ ഏർലി പീരീഡ് വന്നതിന് ശേഷം ഇൻഡസ് വാലിയുടെ വടക്ക് പടിഞ്ഞാറ് ദേശങ്ങളിലാണ് ജീവിച്ചിരുന്നത്. അവരത് ക്രമേണ പിന്നെ ഇൻഡസ് വാലിയുടെ സെൻറ്ററിലേക്കും അവിടെ ജനങ്ങളായിട്ട് ഇടപെടുന്ന രീതിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ആദ്യ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഒരു ഏർലി പീരീഡിന്റെ പകുതി ഭാഗം കഴിഞ്ഞപ്പോൾ ഈ ആര്യന്മാരെല്ലാം ദേവന്മാരായി മാറുന്നൊരു കാലഘട്ടം വരുന്നുണ്ട്. ഈ ദേവന്മാരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ആര്യന്മാരല്ല, അവർ ഇന്ത്യക്കാരായിട്ട് മിക്സ് ചെയ്ത്, അതായത് ഇന്ത്യൻ സ്ത്രീകളായിട്ട് ഇടപെട്ട് ഡെവലപ്പ് ചെയ്ത അടുത്ത തലമുറകളുടെ ഒരു വിഭാഗമാണ് ദേവന്മാർ. ഈ ദേവന്മാരാണ് നമ്മൾ ഈ പുരാണങ്ങളിൽ കാണുന്ന ദേവന്മാരെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡസ് വാലി സിവിലൈസേഷനകത്ത് ഈ ദേവന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നമ്മൾ വേദങ്ങളിൽ തന്നെ ഏർലി വേദത്തിലും ലേറ്റർ വേദത്തിനകത്ത് ഇപ്പം ഈ ഇന്ദ്രൻ എന്ന കഥാപാത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാം. ഇടയ്ക്കിടയ്ക്കായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് കാണുകയും അതുപോലെ എന്നുണ്ടെങ്കിൽ ശത്രുക്കളെ കുറിച്ച് പരാമർശം നടത്തുകയും ശത്രുക്കളെ നശിപ്പിക്കുന്ന കാര്യങ്ങളും ശത്രുക്കളെ ഓടിക്കുന്ന കാര്യങ്ങളും ശത്രുക്കളെ കൊല്ലുന്ന കാര്യങ്ങളും അങ്ങനെ വേദങ്ങളിൽ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ദേവേന്ദ്രന്റെ പേരും അതുപോലുള്ള മറ്റു ദേവന്മാരുടെ പേരുകളും നമ്മൾ കാണാം. അതുപോലെ ഈ ഇതിൽ ഉടനീളം നമുക്ക് എന്നുണ്ടെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങൾ അവിടെ ഇൻഡസ് വാലി സിവിലൈസേഷനായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ഉദാഹരണം അവിടെ ഭരിച്ചിരുന്ന ചില ആളുകളുണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷനകത്ത്. ഉദാഹരണം ഇൻഡസ് വാലി സിവിലൈസേഷൻ അക്കാലത്ത് ഏകദേശം ഉദാഹരണം ലേറ്റർ വേദിക് പീരീഡിലാകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 22ഓളം ഡെവലപ്ഡ് വികസിതമായിട്ടുള്ള നഗരങ്ങളുണ്ടായിരുന്നാണ് അറിയപ്പെടുന്നത് ചരിത്രത്തിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഈ വികസിത നഗരങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ പ്രിൻസുകളോ അല്ലെങ്കിൽ കിങ്ങുകളോ അല്ലെങ്കിൽ ഇൻഡസ് വാലിയുടെ നഗരങ്ങളെല്ലാം കൂടുന്ന ഒരു മണ്ഡലമായിരിക്കുന്ന മണ്ഡലത്തിന്റെ ചക്രവർത്തിമാരാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഈ വേദങ്ങളിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള ഇൻഡസ് വാലിയിലെ കിങ്ങുകളായിട്ടും പ്രിൻസുകളായിട്ടും അല്ലെങ്കിൽ ചക്രവർത്തിമാരുമായിട്ടും ഈ ഇന്ദ്രനെ പോലെയുള്ള ആളുകളും റിപ്പീറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഏർലി വേദിക് പീരീഡിലും ലേറ്റർ വേദിക് പീരീഡിലും
നിങ്ങൾ ഈ പിന്നെ എന്താ ഇടയ്ക്കിടയ്ക്ക് യുദ്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. യുദ്ധത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ശത്രുവിനെ ഹനിക്കുക, ശത്രുവിനെ വിരട്ടുക, അല്ലെങ്കിൽ യുദ്ധത്തിന് ആളുകളെ തയ്യാറാക്കുക. ശരി. അപ്പൊ ശത്രുവായിട്ട് ബന്ധപ്പെട്ട ഒരു കോണ്ടെക്സ്റ്റിൽ നിരനിരയായിട്ടുള്ള ഒത്തിരി റെഫറൻസുകളും സങ്കല്പങ്ങളും സംഭവങ്ങളും നമുക്ക് വേദങ്ങളിൽ കാണാൻ പറ്റും. ശരി. ഇതായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറെ എന്തുണ്ടെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ കുറെ ആളുകൾ, അല്ലെങ്കിൽ അത് ഭരിച്ചിരുന്ന കുറെ ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങൾ എന്നുണ്ടെങ്കിൽ എന്താണ് വൃതൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ചും വലൻ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ചൊക്കെ നമുക്ക് ഏർലി പീരീഡിൽ കാണാൻ പറ്റും. ലേറ്റർ ഏർലി പീരീഡിലാണെങ്കിൽ നമുക്ക് എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഉള്ള കാലഘട്ടങ്ങളാണെങ്കിലും ഹിരണ്യാഷിനെ കുറിച്ചും ഹിരണ്യകശിപുവിനെ കുറിച്ചും മഹാബലിയെ കുറിച്ചും ഒക്കെ നമുക്ക് ലേറ്റർ പീരീഡിന് ശേഷം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവരെല്ലാം എന്നുണ്ടെങ്കിൽ ഈ എന്താണ് നമ്മൾ ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ പല കാലഘട്ടങ്ങളിലും 1000 വർഷത്തോളമായിട്ട് പല കാലഘട്ടങ്ങളിലും പല നഗരങ്ങൾ ഭരിച്ചിരുന്ന രാജാക്കന്മാരും പ്രിൻസുകളും ചക്രവർത്തിമാരുമാണ്. അപ്പൊ ഇവരായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വേദങ്ങളിൽ കാണുന്ന ശത്രു എന്ന് പറയുന്ന സങ്കല്പങ്ങളും യുദ്ധങ്ങളും കൊലപാതകങ്ങളും ഒക്കെ. അതിനകത്ത് വൃതനെ കൊന്ന കാര്യങ്ങളും വലനെ കൊന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ ഹിരണ്യാക്ഷനെയും ഹിരണ്യശിബുവിനെ കൊന്ന കാര്യങ്ങളും പല പിൽക്കാലങ്ങൾ നമുക്ക് കാണാൻ ഇടയായി. അങ്ങനെ ഈ ആര്യമാര് ഇന്ത്യയിൽ വന്നതിന് ശേഷം ക്രമേണ ദേവന്മാരായിട്ട് അവര് വേഷമിടുകയും അവർ ദേവന്മാരായിട്ട് ഇൻഡസ് വാലിയിലെ ജനങ്ങളെ, അല്ലെങ്കിൽ ഇൻഡസ് വാലി ഭരിച്ചിരുന്ന ആളുകളെ വടംവലി യുദ്ധത്തിൽ ഏർപ്പെടുകയും ഈ ക്വാറിൽ ഏർപ്പെടുകയും അങ്ങനെ ശക്തമായ വടംവലി ഏർപ്പെടുന്ന ഒരു ചരിത്രം കൂടെ കൂടിയാണ് ഈ വേദങ്ങളിൽ എന്ന് പറയുന്നത്. അങ്ങനെ ആരൊക്കെ ഏതെല്ലാം കാലത്ത് ഏതെല്ലാം ചക്രവർത്തിമാരായിട്ടും ഏതെല്ലാം പ്രിൻസുകളായിട്ടും ഏതെല്ലാം കിങ്ങുകളായിട്ടും ഏതെല്ലാം ആളുകളായിട്ടും നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏരിയയെല്ലാം അന്ന് ഈ പറയുന്ന ഇൻഡസ് വാലിയിൽ പെടും. മനസ്സിലല്ലേ? അങ്ങനെ ആരെല്ലാം ഉൾപ്പെട്ടു എന്നുള്ളതിന്റെ ഈ വൈദിക വേദിക് പീരീഡിൽ ആരെല്ലാം ഇൻഡസ് വാലിയിലെ ജനങ്ങളായിട്ട് ആരെയൊക്കെ എതിർത്തിട്ടുണ്ട്, ആരെല്ലാമായിട്ട് കോറലുണ്ടായിട്ടുണ്ട്, ആരെല്ലാം ഫൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്, ഈ ഫൈറ്റിങ്ങിൽ ആരെയെല്ലാം ഇവരെ കൊന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ് പുരാണങ്ങളിൽ കാണുന്നത്. ശരി. പക്ഷെ ഈ പുരാണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പുരാണങ്ങളുടെ പ്രധാനപ്പെട്ട നിർമ്മിതി എല്ലാം ഈ AD-യിൽ അല്ലെങ്കിൽ ശങ്കരന്റെ കാലത്തും ബുദ്ധന്മാരുടെ കാലത്തും ആണെങ്കിലും ഇതിൽ പറയുന്ന ഇതിവൃത്തങ്ങൾ, ഇതിൽ പറയുന്ന വിഷയങ്ങളെല്ലാം ഇൻഡസ് വാലി സിവിലൈസേഷനായിട്ട് ബന്ധപ്പെട്ട BC ഏർലി പീരീഡ് ലേറ്റർ പീരീഡ് കാണുന്ന വേദിക് പീരീഡിൽ കാണുന്ന സംഭവങ്ങളാണ്. ശരി. അപ്പൊ പക്ഷെ അവിടെ ഒരു വ്യത്യാസം എന്നുണ്ടെങ്കിൽ ഈ പുരാണങ്ങളിൽ കാണുന്ന ഈ കാര്യങ്ങൾ ഈ പറയുന്ന വേദിക് പീരീഡിലായിട്ട് റെഫർ ചെയ്താണ് കിടക്കുന്നതെങ്കിൽ ഈ വേദിക് പീരീഡിൽ എന്താണോ ചെയ്തതെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ദൈവദത്തമായിട്ടാണ് ഈ പുരാണങ്ങളിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻഡസ് വാലിയായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ നഗരങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ജനപദങ്ങളെയും ഭരിച്ചിരുന്ന ആളുകളെ അവരുമായിട്ട് ഫൈറ്റിൽ ഏർപ്പെടുന്നതും അവരെ കൊല്ലുന്നതും അവരെ വകവരുത്തുന്നതും എല്ലാം ഇവരുടെ സൈഡിൽ നിന്നുള്ള ദേവന്മാരും അല്ലെങ്കിൽ ദേവന്മാരെ പോലെ വന്ന അല്ലെങ്കിൽ ദേവന്മാർ ഉൾക്കൊണ്ടുവന്ന ദൈവദത്തമായ സങ്കല്പങ്ങളുമാണ്. അല്ലെങ്കിൽ മറ്റൊരു പറഞ്ഞാൽ ഈ ഇൻഡസ് വാലിയിലെ ഈ പറയുന്ന ഓരോരുത്തരെയും കൊല്ലുകയും അല്ലെങ്കിൽ ഇല്ലാതാക്കുകയും ഹനിക്കുകയും ചെയ്യുന്ന ഈ ഓരോ വ്യക്തികളും ഈ വേദങ്ങളിൽ പറഞ്ഞ ആരെങ്കിലും ദൈവത്തിന്റെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. ശരിയല്ലേ? ദൈവത്തിന്റെ അവതാരമാണ്, ദൈവം നേരിട്ട് വന്ന് അവതരിച്ചതാണ്, ദൈവദത്തമാണ്, സ്പിരിച്വലാണ്, അല്ലെങ്കിൽ ഒരു തിയോക്രാറ്റിക് ആൻഡ് സ്പിരിച്വൽ ഡൈമെൻഷൻ എല്ലാ രീതിയിലുള്ള ഈ പറയുന്ന സങ്കല്പങ്ങളുണ്ട്. അപ്പൊ എന്താ പറയുകയാണെങ്കിൽ ഈ ഓരോരുത്തരെയും ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ഓരോരുത്തരെ കൊല്ലുന്നതും നമ്മൾ ഈ പറയുന്ന ഇൻഡസ് വാലി ജനങ്ങൾ ഇവർ ഈശ്വരാവതാരം എടുത്തിട്ട് അവരെ കൊല്ലുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതാണ് പുരാണങ്ങളെല്ലാം മിക്കവാറും എല്ലാ ഇതിവൃത്തങ്ങളും. ആ പുരാണങ്ങളിൽ പറഞ്ഞ മറ്റൊരു കേസ് എന്നുണ്ടെങ്കിൽ ഈ കൊല്ലുന്ന ഇവര് അല്ലെങ്കിൽ ഇൻഡസ് വാലി ജനങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കൊല്ലുന്ന അവരെല്ലാം അസുരന്മാരും ഈ കൊല്ലുന്ന വൈദികമായ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട പുരാണങ്ങളിൽ പറയുന്ന ഈ ആര്യ ബ്രാഹ്മണ ദേവന്മാരെല്ലാം എന്താണ് ഈശ്വരന്മാരുടെ അവതാരവുമാണ്. അങ്ങനെ ഈശ്വരന്മാരുടെ അവതാരമായിരിക്കുന്ന ഇവർ അവതരിച്ചതിന് ശേഷം എന്താണ് അധർമ്മം ആചരിക്കുന്ന ഇൻഡസ് വാലിയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെ ഓരോ പ്രിൻസുകളെയും അല്ലെങ്കിൽ കിങ്ങുകളെയും അല്ലെങ്കിൽ ചക്രവർത്തിമാരെയും കൊല്ലുകയും അവരെല്ലാം അധർമ്മമാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതിന് വേണ്ടി ആ അധർമ്മം ഇല്ലാതാക്കാൻ വേണ്ടി ധർമ്മത്തിന് വേണ്ടി ഈശ്വരൻ അവതരിക്കുന്നതായിട്ടാണ് പുരാണങ്ങളിൽ കാണുന്നത്. അങ്ങനെയാണ് വിഷ്ണു പുരാണവും അല്ലെങ്കിൽ ശൈവപുരാണവും അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡ പുരാണങ്ങളും കാണുന്ന അത് നമ്മൾ കാണുന്ന 48 പുരാണങ്ങളും എല്ലാ രീതിയിലുള്ള പുരാണങ്ങളും പറയുന്നത് ഈശ്വരൻ ദൈവമായിട്ട് അവതരിച്ചുകൊണ്ട് ഈ പറയുന്ന വേദിക് പീരീഡിൽ ഇൻഡസ് വാലിയിലെ ജനങ്ങളെ അല്ലെങ്കിൽ അവിടെ താമസിച്ച അസുരന്മാരെ അല്ലെങ്കിൽ രാക്ഷസന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ചെയ്യുന്നത് ധർമ്മമാണെന്ന്, ഈ ധർമ്മം ഈശ്വരത്വമായിട്ട് അവതരിച്ച ഈശ്വര അവതാരങ്ങളാണ് ഇവരെന്നാണ് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പുരാണം AD-യിൽ അല്ലെങ്കിൽ ബുദ്ധന്മാരുടെ കാലത്താണ് അത് സൃഷ്ടിക്കുന്നതെങ്കിലും ഇതിൽ പറയുന്ന അതിന്റെ കഥകളുടെ റെഫറൻസ് കിടക്കുന്നത് വേദിക് പീരീഡിലാണ്. വേദിക് പീരീഡിൽ 1000 വർഷങ്ങൾ നീണ്ടു നിന്ന ഇൻഡസ് വാലിയിലെ ജനങ്ങളായിട്ട്
അതിലെന്ന യുദ്ധങ്ങളെയാണ്, അല്ലെങ്കിൽ വടംവലികളെ, അല്ലെങ്കിൽ ക്വാറൽസിനെ, മനസ്സിലെ, അല്ലെങ്കിൽ കൊലപാതകങ്ങളെയാണ് എന്താണ് ഈ പുരാണങ്ങൾക്ക് ഇതിവൃത്തമായിട്ട് കാണുന്നത്. അവിടെ വടംവലി എന്ന് പറയുന്നത് ഒരു സൈഡ് ദേവന്മാരും മറ്റൊന്ന് അസുരന്മാരും. വേദിക് പീരീഡിൽ, ആര്യബ്രാഹ്മണ വേദിക് പീരീഡിൽ കാണുന്ന അവരുടെ സൈഡിൽ നിന്നുള്ള ദേവന്മാരാണ് ഈ അസുരന്മാരെ എന്താണ് നിഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒറിജിനലി ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ജീവിച്ചിരുന്ന ആളുകളെല്ലാം എന്താ അസുരന്മാരും, മറ്റ് വേദിക് പീരീഡ് ആര്യബ്രാഹ്മണ ദേവ കുടുംബത്തിൽപ്പെട്ട ആളുകളും ദേവന്മാരും അല്ലെങ്കിൽ ദൈവത്തിന്റെ അവതാര പുരുഷന്മാരുമാണ്. അങ്ങനെ ഒരു ദേവാസുര യുദ്ധസങ്കല്പം, ശരി, അങ്ങനെ ഒരു ദേവാസുര യുദ്ധസങ്കല്പമാണ് ശരിക്കും പുരാണങ്ങളിലെ ഇതിവൃത്തം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ദേവാസുര യുദ്ധത്തിൽ എന്താണ് ദേവന്മാര് ഭൂമിയിൽ അവതരിച്ച് അസുരന്മാരെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. അസുരന്മാരെ ഇല്ലാതാക്കിക്കൊണ്ട് ഭൂമിയിലെ അധർമ്മം ഇല്ലാതാക്കി എന്താണ് ധർമ്മത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ആര്യബ്രാഹ്മണ അല്ലെങ്കിൽ ആര്യബ്രാഹ്മണ ദേവ കുടുംബത്തിൽ അല്ല അവരുടെ പക്ഷത്ത് ചേർന്നുകൊണ്ട് ധർമ്മത്തെ ആചരിക്കുന്നതിനാണ് ദൈവങ്ങൾ വരുന്നതെന്നാണ് ഈ പുരാണങ്ങളുടെ ഇതിവൃത്തം. അപ്പൊ ആ പുരാണങ്ങളുടെ ഇതിവൃത്തം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് പറയുന്ന AD ഉണ്ടായിരുന്ന ആര്യബ്രാഹ്മണ അല്ലെങ്കിൽ എന്താണ് സൊറാസ്ട്രിയൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്ക് ഒറിജിനൽ ഇന്ത്യക്കാർക്കെതിരെയും അതുപോലെ തന്നെ ബൗദ്ധന്മാർക്കെതിരെയാണ്. കാരണം ബുദ്ധമതമാണ് ഇന്ത്യയിൽ അന്ന് എല്ലാം പ്രചരിപ്പിച്ചിരുന്നത്. ഈ ബുദ്ധമതത്തെ ഇല്ലാതാക്കണമെങ്കിൽ ബുദ്ധമത പാരമ്പര്യം അല്ലെങ്കിൽ ഒറിജിനൽ ഇന്ത്യൻ പാരമ്പര്യം അത് ഓരോന്നും ചെയ്യുന്നത് അധർമ്മമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലല്ലേ? ഉദാഹരണം, അവർ ചെയ്യുന്ന കർമ്മങ്ങൾ, അവർ ചെയ്യുന്ന രാജാക്കന്മാരുടെ പരിപാടി, ക്ഷത്രിയരുടെ പരിപാടി, നാടുവാഴുന്ന പരിപാടി, നിയമങ്ങൾ, ആചാരങ്ങൾ, ഇതെല്ലാം അധർമ്മമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒറിജിനൽ ട്രഡീഷനെ നിഷേധിച്ച് ബുദ്ധമതം പോലെ ബുദ്ധമതത്തെ അമർച്ച ചെയ്തുകൊണ്ട് എന്താണ് ആര്യബ്രാഹ്മണ സൊറാസ്ട്രിയൻ മതത്തെ ഇവിടെ നിലർത്തി കൊണ്ടുപോകുന്നതിനും അല്ലെങ്കിൽ ഇതിനെ സർവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുരാണങ്ങൾ എഴുതി ഉണ്ടാക്കുന്നത്. അപ്പൊ ജനങ്ങൾ ഇത് വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരല്ലാത്ത ആളുകൾ, സാധാരണ ആളുകൾ ഇതിൽ വായിക്കുമ്പോൾ എന്താണ് ഇവർ ഇതിലെ ലാംഗ്വേജ്, ഇതിലെ കൺസെപ്റ്റ്, ഇതിന്റെ മീനിങ് എല്ലാം വിശ്വസിക്കുകയും, മനസ്സിലെ, കാരണം ഇത് ദൈവദത്തമായതുകൊണ്ട് പുരാണങ്ങൾ സത്യമാണെന്നും ആ സത്യമായ കഥയും അതിലെ അവതാരങ്ങളും ആ അവതാരങ്ങളുടെ കർമ്മങ്ങളെല്ലാം ധർമ്മവും സത്യമാണെന്ന് വിശ്വസിക്കുകയും അങ്ങനെ ഒറിജിനൽ ഇന്ത്യക്കെതിരെ ജനങ്ങളെ തിരിച്ചുവിടുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പുരാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള എല്ലാ കഥാപാത്രങ്ങളും ധർമ്മം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഒറിജിനൽ ഇന്ത്യക്കാരായിരിക്കുന്ന എന്താണ് ആളുകളുടെ കർമ്മങ്ങൾ ഇല്ലാതാക്കി അവിടെ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി വന്നാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതിയതാണ് പുരാണങ്ങൾ എന്ന് പറയുന്നത്. ഈ ആര്യദേവ ബ്രാഹ്മണ മൂവ്മെന്റിന് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളായിരിക്കുന്ന ചാതുർവർണ്ണത്തിനും ബ്രാഹ്മണത്തിനെതിരെ നിന്നതുകൊണ്ടും, പ്രത്യേകിച്ച് സൊറാസ്ട്രിയൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇവിടുത്തെ ഇതിനെതിരെ നിന്നതുകൊണ്ടും ഇൻഡസ് വാലീസിലെ കിങ്ങുകളും പ്രിൻസുകളും ചക്രവർത്തിമാരായിരുന്ന വലൻ, വൃതൻ, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, മഹാബലി, കൃഷ്ണൻ, ഇവർ മാത്രമല്ല നമ്മളെ BC കാണുന്ന പലരും, ഉദാഹരണത്തിനകത്ത് ചാർവാകനെ പോലെയുള്ള ആളുകൾ, ജൈന തീർത്ഥങ്കരന്മാരെ പോലെയുള്ള ആളുകൾ, ബൗദ്ധനെ പോലെയുള്ള ആളുകൾ, അശോകനെ പോലെയുള്ള ആളുകൾ, ഇവരെല്ലാം ഒന്നുകിൽ അസുരന്മാരായിട്ടും അല്ലെങ്കിൽ രാക്ഷസന്മാരുമായിട്ടുമാണ് ഈ ആര്യബ്രാഹ്മണ സഖ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നടന്ന ക്ഷേത്ര നിർമ്മാണവും വിഗ്രഹാരാധനയൊക്കെ എങ്ങനെയാണ് ബുദ്ധമതത്തിന് എതിരായത്? ഓക്കെ, അപ്പൊ നമ്മൾ കാണുന്നത് ശങ്കരന്റെ ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ശങ്കരൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് സമാനമായ കാലഘട്ടത്തിൽ വേദാന്തത്തിന്റെ നിർമ്മാണം മാത്രമല്ല പുരാണങ്ങളുടെ നിർമ്മാണവും അതുപോലെ എന്നുണ്ടെങ്കിൽ ക്ഷേത്ര നിർമ്മാണങ്ങളും ഈ ബുദ്ധമതത്തിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എന്നുണ്ടെങ്കിൽ ബൗദ്ധ മൗര്യൻ പീരീഡിന് ശേഷം ബുദ്ധമതത്തെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് പല കിങ്ങുകളും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഉദാഹരണത്തിനകത്ത് ഹർഷവർദ്ധനൻ എന്ന് പറയുന്ന കിങ്, അതുപോലെ എന്നുണ്ടെങ്കിൽ കനിഷ്കൻ എന്ന് പറഞ്ഞ ഒരു കിങ്, ഇവരെല്ലാം ബുദ്ധമതത്തെ വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ബുദ്ധമതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഇന്ത്യയിൽ ബുദ്ധമതത്തിന് പ്രത്യേക സ്ഥാനങ്ങളും മാനങ്ങളും കൊടുത്ത് ജീവിച്ചു പോകുന്ന കിങ്ങുകളാണ് അശോകന് പുറമേ ഉള്ളത്. പിന്നെ ഇവരുടെ ഫലമായിട്ട് പിന്നെ ബുദ്ധമതത്തോട് ജനങ്ങളുള്ള ആഭിമുഖ്യം മാത്രമല്ല, ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ അല്ലെങ്കിൽ പിന്നെ ലേറ്റർ പീരീഡിൽ ഇന്ത്യയുടെ ട്രഡീഷൻ ആയിരുന്ന ഒറിജിനൽ സംസ്കാരം എന്നുള്ള രീതിയിൽ ബുദ്ധമതത്തിന് അനേകമായ പേട്രണേജും സപ്പോർട്ടും സഹായവും എല്ലാം ചെയ്തു വന്നിരുന്നുള്ളതാണ് മാത്രം. ഈ ബുദ്ധമതത്തിൻ്റെ തണലിൽ നിന്നാണ് നമ്മൾ ഇന്ത്യയിലെ പ്രസിദ്ധമായ പല സർവകലാശാലയും നമ്മൾ കാണുന്നത്. കാരണം നളന്ദ സർവകലാശാല പോലുള്ള സർവകലാശാലയും, തക്ഷശില സർവകലാശാല എന്നുപോലെ സർവകലാശാലയും,
അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പല പല ഈ കാലഘട്ടത്തിൽ ഏകദേശം ഈ ഓൾ ഇന്ത്യ ലെവലിൽ അശോകന്റെ കാലത്ത് ഏകദേശം 25ഓളം സർവകലാശാലകൾ ബുദ്ധമതത്തിന്റെ കീഴിൽ ഡെവലപ്പ് ചെയ്ത് ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും ജനങ്ങൾക്ക് അവർക്ക് പരിചയവും എക്സ്പീരിയൻസും അതുപോലെ ജനങ്ങളുടെ വളർച്ചയിൽ സപ്പോർട്ട് ചെയ്തിരുന്നുള്ളതാണ്. അപ്പോൾ ഈ സർവകലാശാല ജനങ്ങളുടെ വിദ്യാഭ്യാസവും അവരുടെ ജീവിതവും അല്ലെങ്കിൽ അവർക്ക് തൊഴിലും എല്ലാം നൽകുന്നതിനുപരിയായി ജനങ്ങളെ ഒരു വലിയ സ്കോളേഴ്സും അല്ലെങ്കിൽ ചിന്തകന്മാർ ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ തണലിൽ നിന്ന് ഇക്കാലത്ത് തന്നെയാണ് അനേകം ചിന്തകന്മാർ വസുബന്ധുവിനെ പോലെയുള്ള ആൾ, നാഗാർജുനെ പോലെയുള്ള ആളുകൾ, നാഗസേനനെ പോലെയുള്ള ആളുകളെല്ലാം ഈ ഏടിയിലാണ് വരുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന ബുദ്ധമതത്തിൻ്റെയും ബുദ്ധ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളുടെയും രാജാക്കന്മാരുടെയും സപ്പോർട്ടിൽ ഓൾ ഇന്ത്യയിലുടനീളം ദക്ഷിണേന്ത്യയിൽ പോലും എല്ലായിടത്തും എന്നുണ്ടെങ്കിൽ ബൗദ്ധ വിഹാരങ്ങൾ നിലവിൽ വരികയും ചെയ്തു. ബൗദ്ധ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങൾ എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുടനീളം വരികയും ആ ക്ഷേത്രത്തോട് അനുബന്ധിച്ച് പള്ളിക്കൂടങ്ങളും കോളേജുകളും സർവകലാശാലകളും വെറ്ററിനറി എന്നുണ്ടെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റലൊക്കെ വരാൻ ഇടയായി. അങ്ങനെ ജനങ്ങളെ ഓവറോളായിട്ടുള്ള വികാസം, അവരുടെ വെൽഫെയർ, അവരുടെ പുരോഗതി, ഡെവലപ്മെൻറ്റ്, എൻലൈറ്റൻമെൻറ്റ്, നമ്മൾ സോഷ്യോ പൊളിറ്റിക്കൽ എൻലൈറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്, എല്ലാം വരുന്നതിന് ഇതിന് കാരണമായി. അത് നടന്നു വന്നത് എല്ലാ ദേശങ്ങളിലും ബൗദ്ധ വികാരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിർമ്മിച്ചുകൊണ്ട് അതിലൂടെ ബുദ്ധൻ്റെയും അശോകൻ്റെയും അല്ലെങ്കിൽ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെയും ആയിട്ടുള്ള സയൻസും ടെക്നോളജിയും അല്ലെങ്കിൽ ഫിലോസഫിയും ദർശനവും എല്ലാം വ്യാപിച്ചുകൊണ്ടാണ് ഈ ബുദ്ധമതം ഓൾ ഇന്ത്യ ലെവലിൽ നിന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും BC മുതൽ അടുത്ത കാലം വരെ ബുദ്ധമതവും ജൈനമതവും പടർന്ന് പന്തലിച്ച് നിന്ന ഒരു കാലമാണ്. പക്ഷേ ദക്ഷിണേന്ത്യയുടെ സുവർണകാലം എന്ന് പറയപ്പെടുന്ന കാലഘട്ടവും അല്ലെങ്കിൽ തമിഴകത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കവികളുടെയും അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുടെ ഒരു കാലഘട്ടമുണ്ട് തമിഴിനകത്തുണ്ട്. ഇതെല്ലാം വളർന്ന് പന്തലിച്ചു വന്നത് ഈ ബൗദ്ധ സംസ്കാരത്തിൻ്റെയും ജൈനമത സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. പക്ഷെ എന്തുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ക്ഷേത്ര നിർമ്മാണവും അല്ലെങ്കിൽ വിഗ്രഹാരാധനയായിട്ട് ബന്ധപ്പെട്ട് ഈ ശങ്കരൻ്റെ കാലത്ത് വരും എന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുദ്ധമതത്തെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അന്നുണ്ടായിരുന്ന ഇടിയിലുണ്ടായിരുന്ന പുഷ്യമിത്രത്തിൻ്റെ കുഷാൻ ഡൈനാസ്റ്റി അല്ലെങ്കിൽ സുഗാ ഡൈനാസ്റ്റിയിലെ പുഷ്യമിത്രനും അല്ലെങ്കിൽ ബീഹാർ ബംഗാൾ ഭരിച്ച ശശാങ്കനും അല്ലെങ്കിൽ പിന്നീട് വന്ന ഗുപ്തന്മാരെല്ലാം കൂടി ചേർന്ന് ഈ ബ്രാഹ്മണ മതത്തെ സപ്പോർട്ട് ചെയ്യും. ബ്രാഹ്മണത്തിന് വേണ്ട ഈ സഹായവും സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ ആവശ്യമായ സ്ഥാപനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക, ആവശ്യമായ പാഠശാലകൾ നിർമ്മിച്ചു കൊടുക്കുക, ആവശ്യമായ വേദപഠനശാലകൾ നിർമ്മിച്ചു കൊടുക്കുക, ഇങ്ങനെ എല്ലാ രീതിയിലും ബ്രാഹ്മണ മതത്തെ റിവൈവ് ചെയ്യും. അങ്ങനെ ഇന്ത്യ മുഴുവൻ പരക്കെ ചതുർവർണ്ണയും അല്ലെങ്കിൽ ബ്രാഹ്മണസവും വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രാക്ടിക്കലായിട്ട് അവരെന്ത് ചെയ്യുന്നെങ്കിൽ ഈ ബുദ്ധമതത്തിനുള്ള പെട്രോൾ സപ്പോർട്ട് നിർത്തുകയും ബുദ്ധമതത്തെ അതിനകത്തുള്ള സാമ്പത്തിക സപ്പോർട്ട് നിർത്തുകയും സാമൂഹിക സപ്പോർട്ട് നിർത്തുകയും മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ബുദ്ധമത സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ബുദ്ധമത വിഹാരങ്ങളും നശിപ്പിക്കുകയും അതിനെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തകർത്തുകൊണ്ട് ബുദ്ധമതക്കാരെ അവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലും ബുദ്ധമതക്കാർ ഓടിച്ചു കളയും, ബുദ്ധഭിക്ഷുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് കാരണമാകുകയും ചെയ്തു കാലത്ത്. അത് കൂടുതലും ഈ പുഷ്യമിത്രൻ്റെയും ശശാങ്കൻ്റെയും ഗുപ്തന്മാരുടെയും കാലത്താണ്. അങ്ങനെ ബുദ്ധമത കേന്ദ്രങ്ങളും ബൗദ്ധ സ്കൂളുകളും അല്ലെങ്കിൽ ബുദ്ധൻ്റെ സർവകലാശാലകൾ പോലുള്ള സർവകലാശാലകളെല്ലാം നശിപ്പിച്ച് വിഹാരങ്ങളെല്ലാം നശിപ്പിച്ച് ജനങ്ങളെ പലായനം ചെയ്യിപ്പിച്ച് നാടുകടത്തി അവരുടെ വസ്തുക്കളെല്ലാം നശിപ്പിച്ച് ഇവരെ ശക്തമായ പെർസിക്യൂഷന് വിധേയമായി. എന്നിട്ട് ഇതിനു പകരം ഈ ബുദ്ധന്മാരെ ആരാധിച്ചിരുന്ന ഈ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ഈ വിഹാരങ്ങളിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഈ പറയുന്ന ആര്യ ബ്രാഹ്മണ സ്വാസ്ഥ്യന്മാർ ജീവിച്ചിരുന്ന ഏരിയകളെല്ലാം ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് ഇവർ നീങ്ങി എന്നുള്ളതാണ്. ഈ ക്ഷേത്രങ്ങൾ നീങ്ങി എന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രങ്ങളിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രത്തുമായിട്ട് ആരാധിച്ചിരുന്ന ദൈവസങ്കല്പങ്ങളെല്ലാം ഒരു 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 നമ്മൾ അന്വേഷിച്ചാൽ വളരെ രസകരമായ കാര്യങ്ങളാണ്. അതായത് നമ്മൾ അന്ന് എഴുതി ഡെവലപ്പ് ചെയ്തിരുന്ന പുരാണങ്ങളിൽ നമ്മൾ പറഞ്ഞ പുരാണങ്ങളുണ്ടല്ലോ, ഈ പുരാണങ്ങളെല്ലാം എൻ്റെ പ്രധാനപ്പെട്ട ഇതിവൃത്തം എന്ന് പറയുന്ന ആര്യ ദ്രാവിഡ അല്ലെങ്കിൽ ദേവാസുര യുദ്ധങ്ങളാണ്. ആര്യ ദ്രാവിഡ യുദ്ധങ്ങളും ദേവാസുര യുദ്ധങ്ങളുമാണ്. ഈ ദേവാസുര യുദ്ധവും ആര്യ ദ്രാവിഡ യുദ്ധത്തിനകത്ത് വരുന്ന ചില സങ്കല്പങ്ങൾ, ദേവ സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണം നമ്മൾ ദേവി ഭാഗവതം പോലുള്ള സങ്കല്പങ്ങൾ അല്ലെങ്കിൽ വിഷ്ണു പുരാണങ്ങൾ, ബ്രഹ്മാണ്ഡ പുരാണങ്ങൾ, അങ്ങനെ ശിവപുരാണങ്ങൾ, ഇങ്ങനെയുള്ള പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ ദേവാസുര അല്ലെങ്കിൽ ആര്യ ദ്രാവിഡ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ഈ അസുരന്മാരെയും അല്ലെങ്കിൽ രാക്ഷസന്മാരെയും അല്ലെങ്കിൽ ഇൻഡസ്വാരി ജനങ്ങളെയും അല്ലെങ്കിൽ ഇന്ത്യക്കാരെയും വധിക്കാനായിട്ട് അല്ലെങ്കിൽ ഉപദ്രവിക്കാനായിട്ട് അല്ലെങ്കിൽ കൊല്ലാനായിട്ട് അവതരിച്ചിരിക്കുന്ന എന്നുള്ള രീതിയിൽ അവതാരം എന്നുണ്ടെങ്കിൽ
ധർമ്മം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്ന ദേവീദേവന്മാരെയാണ് ഈ ക്ഷേത്രങ്ങളിലെല്ലാം വിഗ്രഹ രൂപത്തിൽ ആരാധിച്ചത്. എന്ന് പറഞ്ഞാൽ പുരാണങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെയും മറ്റ് എന്താണ് ആളുകളൊക്കെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ചിരുന്ന കഥാപാത്രങ്ങളായിരിക്കാം ദേവീ സങ്കല്പങ്ങളും ദേവതാ സങ്കല്പങ്ങളും ദൈവസങ്കല്പങ്ങളും അവർ കല്ലിൽ ആവാഹിച്ച് ആ കല്ലിൽ ആവാഹിച്ച വിഗ്രഹങ്ങളെ എന്താണ് ബൗദ്ധ വിഗ്രഹങ്ങളുടെ യുദ്ധകാരങ്ങൾ ബുദ്ധന്റെ വിഗ്രഹങ്ങൾ മാറ്റിയതിന് ശേഷം ആ ക്ഷേത്രത്തിൽ എന്താണ് ഈ ദേവീ വിഗ്രഹങ്ങളും ദേവന്മാരെ വിഗ്രഹങ്ങളും സ്ഥാപിക്കുകയും അങ്ങനെ ഇന്ത്യയിൽ ഉടനീളം ഈ എന്താണ് ബൗദ്ധ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ വ്യവഹാരങ്ങളും നശിപ്പിക്കുകയും അവിടെ ഈ പറയുന്ന എന്താണ് നമ്മളീ പറയുന്ന പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എന്തെന്നുണ്ടെങ്കിൽ എന്താണ് ദേവീ സങ്കല്പങ്ങളും അല്ലെങ്കിൽ ദേവസങ്കല്പങ്ങളും ഉള്ള രൂപങ്ങളെയും ഭാവങ്ങളെയും പ്രതിഷ്ഠയിൽ ആവാഹിച്ച് ലയിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഈ ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങളിലും. അപ്പോൾ നമ്മുടെ ഹരി ആദ്യമേ പറഞ്ഞിരുന്ന പോലെ ഇന്ത്യയിൽ ബുദ്ധമതം എങ്ങനെയാണ് നശിക്കാനുണ്ടായ കാരണങ്ങൾ, അല്ലെങ്കിൽ ബുദ്ധമതം എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് ഔട്ടാകാനുണ്ടായ കാരണങ്ങൾ, അല്ലെങ്കിൽ ബുദ്ധമതത്തിനുണ്ടായിരുന്ന അപജയവും കാരണങ്ങളും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോഴാണ് നമ്മളിങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പോൾ ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് ഔട്ടാകാനുള്ള കാരണം ഒന്ന് പ്രധാനപ്പെട്ട നമ്മൾ ആദ്യം മുതലേ പറയുന്നത് പോലെ ശങ്കരൻ എന്ന് പറയുന്ന ഒരു ഒരു മൂവ്മെൻറ്റ് അതൊരു തൂലികാനാമമല്ല, അതൊരു കളക്റ്റീവ് മൂവ്മെൻ്റാണ്. ആ മൂവ്മെൻറ്റ് മറ്റൊന്ന് വേദാന്തം എന്ന് പറയുന്ന ഒരു കോൺസ്പിറൻസി തിയറി. വേദാന്തം എന്ന് പറയുന്ന കോൺസ്പിറൻസി തിയറിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ബുദ്ധമതത്തെ ട്രാൻസെൻഡൻ്റലായിട്ട് ആധ്യാത്മികമായിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നുണ്ടെങ്കിൽ പുരാണങ്ങളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പുരാണങ്ങളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ബുദ്ധമതത്തെ ആധ്യാത്മികമായിട്ടും അല്ലെങ്കിൽ ട്രാൻസെൻഡൻ്റലായിട്ടും അല്ലെങ്കിൽ മതപരമായിട്ടും നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ആര്യബ്രാഹ്മണ മതത്തിലേക്ക് ദൈവസിദ്ധാന്തത്തിലേക്കും അല്ലെങ്കിൽ ആധ്യാത്മിക സങ്കല്പത്തിലേക്കും ജനങ്ങളെ തന്ത്രപരമായിട്ട് മിസ്ലീഡ് ചെയ്യും. അങ്ങനെ അവൻ്റെ യുക്തിപരമായ അല്ലെങ്കിൽ അവൻ്റെ റാഷണൽ അല്ലെങ്കിൽ അവൻ്റെ ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ അവൻ്റെ സയൻറ്റിഫിക് കോൺഷ്യസിനെ ശരിക്ക് കട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ബഡ്ജ് ചെയ്തിട്ട് ഈ പറയുന്ന അതീന്ദ്രിയവാദത്തിലേക്കും ദൈവവാദത്തിലേക്കും നയിക്കുകയും അങ്ങനെ ഇന്ത്യക്കാരെ പൊതുവായിട്ട് പ്രത്യേകിച്ച് ബൗദ്ധ ട്രഡീഷനെയും ഈ ഒറിജിനൽ ഇന്ത്യൻസിനെയും എന്താണ് അവരുടെ ഒറിജിനൽ വീര്യത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന ക്ഷേത്രത്തിൻ്റെ സംഭാവന, ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വിഗ്രഹാരാധനയും അല്ലെങ്കിൽ ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാക്ടിക്കലായിട്ട് എന്താണ് ഈ ബുദ്ധമതത്തിൻ്റെ ആരാധന സങ്കല്പവും നശിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ആര്യ ബ്രാഹ്മണ ദേവ അല്ലെങ്കിൽ സ്വരാഷ്ട്രീയ സങ്കല്പത്തിലൂന്നിയ ദൈവസങ്കല്പത്തെയും എല്ലാം വിഗ്രഹങ്ങളായിട്ടും വിഗ്രഹ സ്വഭാവത്തോടുകൂടി അതിലേക്ക് ആവാഹിച്ചും ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചും ഓൾ ഇന്ത്യ ലെവൽ ഇന്ത്യയിൽ എല്ലായിടത്തും വിഗ്രഹാരാധനയും ക്ഷേത്രാരാധനയും വ്യാപിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രങ്ങളിൽ നമ്മൾ കാണുന്ന ദൈവസങ്കല്പങ്ങളും അല്ലെങ്കിൽ ദേവീ സങ്കല്പങ്ങളെല്ലാം ഒരു ചാതുർവർണ്ണത്തിൻ്റെ ഫ്രെയിമിലൂടെയാണ് ഒരു ബ്രാഹ്മണിക് ഫ്രെയിമിലൂടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഇതെല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെയാണ്. അങ്ങനെ ഇത് ഓൾ ഇന്ത്യ ലെവലിൽ ഇന്ത്യയിലുടനീളം വ്യാപിച്ചുകൊണ്ട് ബ്രാഹ്മണിസവും അതിൻ്റെ ചാതുർവർണ്ണ്യവും എന്നും വളരെ ശക്തമായിട്ട് നിലനിന്ന് പോരുകയാണ് നമ്മൾ കാണുന്നത്.